പ്രഭാഷണ വേദിയിലേക്ക് ഹൃദയം സ്വാഗതം ചെയ്യുന്നു. السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على سيد المرسلين وعلى آله وأصحابه وأتباعه وذرياته أجمعين. أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. اللهم لك الحمد كله ولك الشكر كله وإليك يرجع الأمر كله علانيته وسره. أهل أنت أن تحمد وأهل أنت أن تعبد إنك على كل شيء قدير. اللهم صل على سيدنا محمد صلاة تخرجنا من ظلمات الأوهام وتكرمنا بنور الأفهام وتوضح ما أشكل علينا إنك على كل شيء قدير. يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. يا صاحب البغداد كل حاضري يا مطلب الحاجات عبد القادر. يا صاحب الأجمير كل ناصري يا مطلب الحاجات خواجة السنجري. على أمة سيدنا مولانا محمد. ആദരണീയരും ബഹുമാന്യരുമായ പണ്ഡിതന്മാരെ, ഉമറാക്കളെ, ഈ അനുഗ്രഹീതമായ സംഗമത്തെ സാന്നിധ്യം കൊണ്ട് ധന്യമാക്കിയിട്ടുള്ള ബഹുമാന്യരായ സഹോദരന്മാരെ, സഹോദരിമാരെ, വളരെ പരിശുദ്ധവും പരിപാവനവുമായ ഒരു മജ്‌ലിസിലാണ് നമ്മൾ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സദസ്സ് നമ്മളിൽ നിന്ന് ഖബൂൽ ചെയ്യുമാറാവട്ടെ. നമ്മളിൽ നിന്ന് വന്നുപോയ സകലമാന തെറ്റുകുറ്റങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പുറത്തു തരട്ടെ. ഇന്നലകളിൽ നമ്മളോട് വിട പറഞ്ഞു പോയ നമ്മളുമായി ബന്ധപ്പെട്ട മുഴുവൻ ആളുകളുടെയും ഖബറിടം അല്ലാഹു വിശാലമാക്കി കൊടുക്കട്ടെ. അവരെയും നമ്മയും അല്ലാഹു ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ എന്നാമുഖമായി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. അല്ലാഹുവിൻ്റെ അപാരവും അപരിമയവുമായ അനുഗ്രഹത്താൽ ഈ അനുഗ്രഹീതമായ സംഗമത്തിൽ ഒത്തുചേരാൻ നമുക്ക് സാധിച്ചിരിക്കുകയാണ്. ഇതിനവസരം നൽകിയ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന് 1000 സ്തുതികീർത്തനങ്ങൾ അർപ്പിക്കുകയാണ്. അൽഹംദുലില്ലാഹി അൽഫ മറ. അതോടൊപ്പം ഈ പരിപാടി സംഘടിപ്പിക്കുന്നതിന് വേണ്ടി കഷ്ടപ്പെട്ടവർ, അധ്വാനിച്ചവർ എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല ഇരുവീട്ടിലും ഖൈർ പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും അഭിനന്ദനങ്ങൾ നേരുകയും ചെയ്യുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സമയം വളരെ അതിക്രമിച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരുപക്ഷെ നിങ്ങൾക്കത്ര
അതിക്രമിച്ചതായി, സമയം കുറേ കൂടിപ്പോയതായി തോന്നുമോ എന്ന് എനിക്കറിയില്ല. ഞങ്ങളുടെ നാടുകളിലൊക്കെ ഈ സമയമാകുമ്പോൾ ഏകദേശം വാഴലൊക്കെ അവസാനിക്കുന്ന സമയം, ഒരു 10 മണിയാകുമ്പോഴേക്ക് പരിപാടി അവസാനിക്കുന്ന രീതിയിലാണ് ഇപ്പോൾ നമ്മുടെ കാസർഗോഡ്, അതുപോലെ കേരളക്കരയിലൊക്കെ അങ്ങനെയാണിപ്പോൾ. മഗ്‌രിബ് നിസ്കാരം കഴിഞ്ഞ ഉടനെ ആരംഭിച്ച് ഒരു 10 മണിയോടുകൂടി അവസാനിക്കുന്ന പരിപാടികളാണ് ഇപ്പോൾ പൊതുവിൽ ഉണ്ടാവാറുള്ളത്. ഇവിടെ ഞാൻ ആരംഭിക്കുമ്പോൾ തന്നെ സമയം 10:10 ആയിട്ടുണ്ട്. ഏതായാലും വിശാലമായ ഒരു സംസാരത്തിന് ഞാൻ മുതിരുന്നില്ല. കുറഞ്ഞ സമയം നമുക്ക് പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തി ഇൻഷാ അല്ലാഹ് നമുക്ക് ദുആ ചെയ്ത് പിരിയാം. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാവട്ടെ. നൂറുൽ ഇസ്ലാം മദ്രസ നെട്ടാർ, ഈ മദ്രസയുടെ ഉദ്ഘാടന കർമ്മത്തോടനുബന്ധമായിട്ടാണ് ഇങ്ങനെയൊരു മതവിജ്ഞാന സദസ്സ് ഇവിടെ സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ആദരണീയരായ സയ്യിദുൽ ഉലമ, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന മഹിതമായ ആദർശ പ്രസ്ഥാനത്തിൻ്റെ അഭിവന്ദ്യനായ അധ്യക്ഷൻ സയ്യിദുൽ ഉലമ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ഈ നെട്ടാറിൻ്റെ മണ്ണിലേക്ക് എത്തുകയും നിങ്ങളുടെ നാട്ടിൽ ചുരുങ്ങിയ മുസ്ലിമീങ്ങൾ മാത്രം താമസിക്കുന്ന ഈ പ്രദേശത്ത് നിങ്ങൾ നിർമ്മിച്ച ഈ മദ്രസ ഉദ്ഘാടനം ചെയ്യുകയും ഒക്കെ ചെയ്തു എന്നത് തീർച്ചയായും വളരെ വലിയ സന്തോഷമുള്ള ഒരു കാര്യമാണ്. എത്രയോ ആളുകൾ, എത്രയോ വലിയ വലിയ ജമാഅത്തുകൾ ആദരണീയരായ സയ്യിദുൽ ഉലമയെ ഒന്ന് കിട്ടാൻ വേണ്ടി കാത്തിരിക്കുമ്പോൾ നിങ്ങൾക്ക് വന്യരായ സയ്യിദവർകളെ ലഭിക്കുകയും കൃത്യസമയത്ത് തന്നെ തങ്ങൾ വന്നെത്തിച്ചേരുകയും ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുകയും ചെയ്തു എന്ന് പറയുമ്പോൾ അത് വളരെ സന്തോഷമുള്ള കാര്യമാണ്. അള്ളാഹു മഹാനായ സയ്യിദവർകൾക്ക് ആഫിയത്തുള്ള ദീർഘായുസ് പ്രദാനം ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നെട്ടാർ എന്ന് പറയുന്ന ഈ പ്രദേശം കുറച്ച് മുഅ്മിനീങ്ങൾ മാത്രം തിങ്ങിത്താമസിക്കുന്ന, മുസ്ലിം കുറച്ച് മാത്രം, ഏകദേശം എന്നോട് സംഘാടകർ പറഞ്ഞു ഇവിടെ വന്നപ്പോൾ കുറച്ച് വീടുകൾ മാത്രമാണുള്ളത്. ഏതായാലും ഈ സദസ്സ് കാണുമ്പോൾ അങ്ങനെ ഒരു കുറച്ച് വീടുകൾ മാത്രമുള്ള ഒരു മഹല്ലത്തായി തോന്നുന്നില്ല എന്നത് വളരെ സന്തോഷം നൽകുന്ന ഒരു കാഴ്ചയാണ്. കാരണം വലിയ മഹല്ലത്തുകളിൽ ഒരുമിച്ച് കൂടുന്ന അത്രയും മനോഹരമായൊരു സദസ്സ് ഈ പള്ളിയുടെ മദ്രസയുടെ തിരുമുറ്റത്ത് ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുണ്ട് എന്നത് അൽഹംദുലില്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത് കബൂൽ ചെയ്യുമാറാവട്ടെ, സ്വീകരിക്കുമാറാവട്ടെ. ഇതുപോലെയുള്ള അറിവിൻ്റെ സദസ്സുകൾ, ഇൽമിൻ്റെ മജ്ലിസുകൾ അതെവിടെ കണ്ടാലും ഉപയോഗപ്പെടുത്താൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. എവിടെ കണ്ടാലും അത് ഉപയോഗപ്പെടുത്താൻ നമുക്ക് കഴിയണം. കാരണം അറിവ് എന്ന് പറയുന്നത് പരിശുദ്ധ ദീനിൻ്റെ ജീവവായുവാണ്. അൽ ഇൽമു ഹയാത്തുൽ ഇസ്ലാം, ഇസ്ലാമിൻ്റെ ജീവനാടിയാണ് അറിവ്. അറിവ് എവിടെ കണ്ടാലും അത് സ്വീകരിക്കാൻ, അത് ഉപയോഗപ്പെടുത്താൻ നമുക്ക് സാധ്യമാകേണ്ടതുണ്ട്. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു സ്വഹാബി വര്യനോട് ഒരു ദിവസം വൈകുന്നേര സമയത്ത് സംസാരിച്ചു കൊണ്ടിരിക്കവേ അല്ലാഹു സുബ്ഹാനഹു വ തആല പുണ്യ നബി തങ്ങളോട് പറയാണ്, അന്നഹു ലം യബ്ഖി മിൻ ഉംരി ഹാദർ റജുലി ഇല്ലാ സഅതൻ. ഈ ബോക്സ് ഓർക്കുന്നില്ലെന്നല്ലേ, അത് ഓർക്കുന്നില്ല, അന്നഹു ലം യബ്ഖി മിൻ ഉംരി ഹാദർ റജുലി ഇല്ലാ സഅതൻ. നബിയെ, അങ്ങാരോടാണോ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് ആ മനുഷ്യൻ്റെ ആയുസ്സിൻ്റെ കണക്ക് പുസ്തകത്തിൽ ഇനിയൊരല്പസമയം മാത്രമാണ് ബാക്കിയുള്ളത്. ആ മനുഷ്യൻ മരണപ്പെടാൻ പോവാൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല പുണ്യനബി തങ്ങൾക്ക് അറിയിപ്പ് നൽകുകയാണ്. ഹബീബ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ സ്വഹാബി വര്യനോട് ഈ വിവരം പറയുകയാണ്. നിങ്ങൾ മരണപ്പെടാൻ പോകുന്നു എന്ന് കേട്ടപ്പോൾ വല്ലാത്തൊരു സങ്കടം, വല്ലാത്തൊരു വെപ്രാളം ആ സ്വഹാബി വര്യൻ ഹബീബ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിക്കുന്നുണ്ട്.
ദുല്ലനി അലാ ഔഫഖി അമലില്ലി ഫീ ഹാദിഹി സ്സാഅത്തി യാ റസൂലല്ലാഹ്. നബിയേ, ഞാൻ ഈ ലോകത്തോട് വിട പറയാൻ പോവുകയാണെങ്കിൽ ഈ സമയത്ത് ഞാൻ ചെയ്യേണ്ട ഏറ്റവും നല്ല അമലേതാണ്, ഏറ്റവും ഉചിതമായ അമലേതാണ്? പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ സ്വഹാബി വര്യനോട് പറഞ്ഞത് നിസ്കരിക്കാനല്ല, ദാനധർമ്മം ചെയ്യാനല്ല. ഹബീബായ നബി തങ്ങൾ ആ സ്വഹാബി വര്യനോട് പറഞ്ഞത്, നിങ്ങൾ ഈ ലോകത്തോട് വിട പറയാൻ പോകുന്ന ഈ നേരത്ത് നിങ്ങൾ ചെയ്യേണ്ട ഏറ്റവും നല്ല അമൽ ഇഷ്തഗിൽ ബിത്തഅല്ലും, നിങ്ങൾ വിജ്ഞാന സമ്പാദനം നടത്തണം, നിങ്ങൾ അറിവുമായി ജോലിയാവണം. എങ്ങനെയെങ്കിലൊക്കെ അറിവ് നേടാനാവുമെങ്കിൽ നിങ്ങൾ അത് ചെയ്യണം. ആരോടാണ് ഈ പറയുന്നത്? ലോകത്തോട് വിട പറയാൻ നിൽക്കുന്ന ഒരു മനുഷ്യനോട് ഹബീബായ നബി തങ്ങൾ പറയുന്നത് നിങ്ങൾ ഇൽമ് കരസ്ഥമാക്കണമെന്നാണ്. എങ്കിലെൻ്റെ പ്രിയപ്പെട്ടവരെ, അറിവ് നേടുന്നതിന് എത്ര വലിയ പുണ്യമാണ് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൽപ്പിച്ചിട്ടുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അറിവ് വളരെ പ്രധാനമാണ്. അറിവ് എവിടെയുണ്ടോ അവിടെയെല്ലാം മഹത്വമുണ്ട്. അറിവ് ആരിലൊക്കെയുണ്ടോ അവർക്കെല്ലാം മഹത്വമുണ്ട്, പുണ്യമുണ്ട്. അല്ലേ? അറിവുള്ളവരൊക്കെ എപ്പോഴും മേലെയാണ്, അറിവില്ലാത്തവരെപ്പോഴും താഴെയാണ്, എവിടെയും താഴെയാണ്. അറിവുള്ളവൻ എല്ലായ്പ്പോഴും മേലെയാണ്, എല്ലാവരുടെയും മേലെയാണ്. മാത്രമല്ല, അറിവ് എന്ന് പറയുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ഏറ്റവും ഇഷ്ടപ്പെട്ട ആളുകൾക്ക് നൽകുന്ന വളരെ പ്രധാനപ്പെട്ട സമ്പത്താണ് അറിവ്. ഇന്നല്ലാഹ യുഅതി ദുനിയാ ലിമൻ അഹബ്ബ വലിമൻ ലാ യുഹിബ്ബ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ഉമ്മത്തിനെ പഠിപ്പിക്കുകയാണ്. തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല യുഅതി ദുനിയാ ലിമൻ അഹബ്ബ വലിമൻ ലാ യുഹിബ്ബ്. അവൻ ഇഷ്ടപ്പെട്ടവർക്കും ഇഷ്ടപ്പെടാത്തവർക്കും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ദുനിയാവിനെ കൊടുക്കും, വാരിക്കോരി കൊടുക്കും. ഇഷ്ടപ്പെട്ടവനും കൊടുക്കും, അല്ലാഹുക്ക് ഇഷ്ടമില്ലാത്തവർക്കും കൊടുക്കും. എത്രയോ അവിശ്വാസികളായ ആളുകൾ, അല്ലേ, മുഅ്മിനീങ്ങളല്ലാത്ത എത്രയോ ആളുകൾക്ക് അല്ലാഹു ദുനിയാവ് വാരിക്കോരി കൊടുത്തിട്ടില്ലേ? എത്ര കോടീശ്വരന്മാരുണ്ടിവിടെ, എത്ര കോടിപതികളുണ്ടിവിടെ. പ്രിയപ്പെട്ടവരെ, കോടികളുടെ മുകളിൽ കിടന്ന് പരിലസിക്കുന്ന എത്രയോ മുതലാളിമാർ, അവിശ്വാസികളായവർ, അല്ലാഹുവിൽ വിശ്വസിക്കാത്തവർ, ഒരിക്കൽ പോലും റബ്ബിന്റെ മുന്നിൽ സുജൂദ് ചെയ്യാത്തവർ. യുഅതി ദുനിയാ ലിമൻ അഹബ്ബ വലിമൻ ലാ യുഹിബ്ബ്. അല്ലാഹു അവൻ ഇഷ്ടപ്പെട്ടവനും ഇഷ്ടപ്പെടാത്തവനും ദുനിയാവിനെ കൊടുക്കും. എന്നാൽ വലാ യുഅതിൽ ഹിക്മത ഇല്ലാ ലിമൻ അഹബ്ബ. അവൻ അറിവ് നൽകുന്നത് അവൻ ഇഷ്ടപ്പെട്ടവർക്ക് മാത്രമാണ് എന്ന് കളവ് പറയാത്ത നാവിൻ്റെ ഉടമ പരിശുദ്ധ നബി മുഹമ്മദ് മുസ്തഫ. കുറച്ചുകൂടെ ഉറക്കെ, മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്, അല്ലാഹ് ഇഷ്ടപ്പെട്ടവർക്ക് മാത്രം കൊടുക്കുന്ന സമ്പത്തിൻ്റെ പേരാണ് അറിവ് എന്ന് പറയുന്നത്. അതുകൊണ്ട് അൽ ഹിക്മത്തു ളാല്ലത്തുൽ മുഅ്മിൻ എന്നാണ്. ഒരു വിശ്വാസിക്ക് എവിടെ കണ്ടാലും അവൻ പെറുക്കിയെടുക്കേണ്ട ഒരു വസ്തുവാണ് അറിവ് എന്ന് പറയുന്നത്. അല്ലാഹു നമുക്ക് നാഫിയായ ഇൽമ് പ്രദാനം ചെയ്യുമാറാവട്ടെ. അല്ലാഹുവേ, നീ ഞങ്ങൾക്ക് നാഫിയായ ഇൽമ് നൽകണേ അല്ലാഹ്. ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഇതുപോലെയുള്ള നല്ല നല്ല സദസ്സുകൾ എപ്പോഴും ഉപയോഗപ്പെടുത്താൻ നമുക്ക് കഴിയണം. കാരണം ഇന്നല്ലെങ്കിൽ നാളെ നമ്മളൊക്കെ ഈ ലോകത്തോട് വിട പറയും, അല്ലെ? ആർക്കാണ് എപ്പോഴാണ് മരണപ്പെടുക എന്ന് പറയാനാവില്ല. ഒരു സെക്കൻഡ് പോലും ഗ്യാരണ്ടി ഇല്ലാത്ത മനുഷ്യനോടാണ് പ്രിയപ്പെട്ടവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്. എല്ലാ ശരീരവും മരണത്തെ രുചിക്കുക തന്നെ ചെയ്യും. ഒരാൾക്കും പറയാനാവില്ല എപ്പോഴാണ്, എവിടെ വെച്ചാണ് ഞാൻ മരണപ്പെടുക എന്ന് പറയാനാവില്ല. ഏതായാലും ഒരു നാൾ നമ്മളെല്ലാം ഈ ലോകത്തോട് വിട പറയും.
വകുല്ലു മ്രിഇൻ യൗമൻ സയർകബു കാരിഹാ അലൻ അർശി അഅ്നാഖിൽ ഇദാ വൽ അഖാരിബി. ഒരു നാൾ നമ്മളെല്ലാം ഒരു വാഹനം കയറേണ്ടവരാണ്. ഏതാണ് ആ വാഹനം? നമ്മുടെ പള്ളിയുടെ മൂലയിൽ അടുക്കി വെച്ചിട്ടുള്ളൊരു വാഹനമുണ്ട്. മയ്യത്ത് കട്ടിൽ എന്നാണ് നമ്മൾ ആ വാഹനത്തിന് പറയുക. ആ വാഹനത്തിൽ ഒരു നാൾ കയറേണ്ടവരാണ് പറയുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളും നമ്മളെല്ലാവരും. വെറുപ്പോടെയാണെങ്കിലും ആ വാഹനം നമ്മൾ കയറും. അലന്നഅ്ശി അഅ്നാഖിൽ ഇദാ വൽ അഖാരിബി. അയൽവാസികളുടെ ബന്ധുമിത്രാദികളുടെ തോളത്ത് കയറി, അല്ലെ, അവരുടെ ചുമരിലേറി ഒരു നാൾ നമ്മൾ പള്ളിക്കാട്ടിലേക്കൊരു യാത്ര പോകാനുണ്ട്. പ്രിയപ്പെട്ടവരെ, ഈ ഭൂമിക്ക് മുകളിലുള്ള നമ്മുടെ അവസാനത്തെ യാത്രയാണത്. പരലോകത്തേക്കുള്ള ആദ്യത്തെ യാത്രയുമാണത്. ഒരു നാൾ നമ്മൾ ഈ ലോകത്തോട് വിട പറയും. അന്ന് പ്രിയപ്പെട്ടവരെ, നമ്മുടെ തോളത്തിരിക്കുന്ന മാലാഖമാർ അവസാന നേരത്ത് നമ്മളോട് വിളിച്ചു പറയുമത്രേ. ആരോട്? ഇതുപോലെയുള്ള നല്ല നല്ല സദസ്സുകളിൽ ഒരുമിച്ച് കൂടിയ വിശ്വാസികളോട്, മുഅ്മിനീങ്ങളോട്, മുഅ്മിനാത്തുകളോട്. അല്ലാഹുവിൻ്റെ മാലാഖമാര്, മലക്കുകൾ പറയുമെന്നാണ്. കൈഫ നുഫാരിഖുക യാ ഹബീബി. പ്രിയപ്പെട്ട കൂട്ടുകാരാ, എങ്ങനെയാണ് നിന്നോട് ഞങ്ങൾ വിട പറയുന്നത്? എങ്ങനെയാണ് നിന്നോട് ഞങ്ങൾ യാത്ര പറയുക? കം മിൻ മജ്ലിസിൻ സാലിഹിൻ ഹളർതനാ. എത്ര നല്ല നല്ല സദസ്സുകളിലേക്കാണ് നീ ഞങ്ങളെ കൊണ്ടുപോയത്. എത്ര നല്ല നല്ല വഅദിന്റെ മജ്ലിസുകളിലേക്കാണ്, മജ്ലിസുന്നൂറുകളിലേക്കാണ്, സ്വലാത്തിന്റെ ദിക്റിന്റെ സദസ്സുകളിലേക്കാണ് നീ ഞങ്ങളെ കൊണ്ടുപോയത് നിന്റെ ജീവിതകാലത്ത്. അതുകൊണ്ട് നിന്നോട് വേർപിരിയാൻ, നിന്നോട് വിട ചൊല്ലാൻ ഞങ്ങൾക്ക് വല്ലാത്ത പ്രയാസമുണ്ട് എന്ന് അള്ളാഹുവിൻ്റെ മാലാഖമാര് നമ്മളോട് വിളിച്ചു പറയുമെന്ന് മഹാന്മാരായ ഉലമാ പഠിപ്പിക്കുകയാണ്. അങ്ങനെയുള്ള സൗഭാഗ്യവാന്മാരിൽ ഖാലിഖായ റബ്ബ് നമ്മളെയൊക്കെ ഉൾപ്പെടുത്തട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അല്ലഫൽ അലിഫു നിളാമ മദ്ഹി അഅ്ലൽ ആലിയാൽ അവല സുതൂരി ബിസ്മില്ലാഹി ബദ്അൽ ഖാലിഖാൽ ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ് അഹ്മദുല്ലാഹ മുസല്ലിയൻ മുസല്ലിമൻ അലാ അഹ്മദിൻ വൽ ആലി വൽ സുഹാബി മല്ലിൽ ആലി ആൽ. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. അള്ളാഹു ഈ സദസ്സ് നമ്മളിൽ നിന്ന് കബൂൽ ചെയ്യട്ടെ. മാഷാ അല്ലാഹ്, നല്ലൊരു സദസ്സാണ്. ഒരു ചെറിയ പ്രദേശമാണെങ്കിലും നല്ല ഒരു റാഹത്തുള്ള ഒരുപാട് ചെറുപ്പക്കാരുള്ള, ഇന്നിങ്ങനെ വഅദിൻ്റെ മജ്ലിസിൽ ഇങ്ങനെ ചെറുപ്പക്കാരെയൊന്നും കാണാൻ കഴിയില്ല, അല്ലേ? നല്ല ധാരാളം ചെറുപ്പക്കാരുള്ള, പ്രായമുള്ള ആളുകളുണ്ട്, മുത്തഅല്ലിമീങ്ങളുണ്ട്. നല്ല ഒരു സദസ്സാണ്. അള്ളാഹു കബൂൽ ചെയ്യുമാറാവട്ടെ. ഇതുപോലെയുള്ള സദസ്സുകളിലൊക്കെ ആളുകൾ കുറഞ്ഞു വരുന്ന കാലമാണ്, അല്ലേ? വഖലീലും മിൻ ഇബാദിയ ശുകൂർ. അല്ലാഹു സുബ്ഹാനഹു വ തആല എവിടെയൊക്കെ വിശുദ്ധ ഖുർആനിൽ അല്ലാഹു മോശപ്പെട്ട ആളുകളെ പറ്റി പറഞ്ഞിട്ടുണ്ടോ അവിടെയെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല ഉപയോഗിച്ചിട്ടുള്ള പദം അക്സർ എന്ന പദമാണ്. നല്ല ആളുകളെ പറ്റി, നല്ല മനുഷ്യരെ പറ്റി അല്ലാഹു ഉപയോഗിച്ചിട്ടുള്ള പദം ഖലീലുൻ എന്ന പദമാണ്. കുറഞ്ഞ ആളുകൾ. നന്മയുടെ ഭാഗത്ത് എപ്പോഴും ആളുകൾ കുറവായിരിക്കും. നന്മയുടെ ഭാഗത്ത് നല്ല നല്ല സദസ്സുകളിൽ ആളുകൾ എപ്പോഴും കുറയും, അല്ലേ? നല്ല DJ ഡാൻസ് പാർട്ടിയൊക്കെ ഉണ്ടാവുമ്പോൾ സദസ്സിൽ ഒരിക്കലും കസേരകൾ തികയാതെ വരും. ആളുകളിങ്ങനെ തിങ്ങിക്കൂടി, അല്ലേ? സംഘാടകർ അവരെ നിയന്ത്രിക്കാൻ വലിയ പ്രയാസപ്പെടും. വല്ല ഗാനമേളയോ മറ്റോ ഒക്കെ ആകുമ്പോൾ
നിങ്ങൾ ഈ ഭാഗത്തൊന്നും ഉണ്ടാവാൻ ചാൻസ് ഇല്ല അല്ലേ? ഇവിടെ ഗാനമേള ഉണ്ടോ? ഇല്ല. പഠിച്ചവനെ, നിങ്ങളോട് വേറെ പറയേണ്ട ആവശ്യമില്ല എന്ന് തോന്നുന്നില്ല. പഠിച്ചവനെ, ഗാനമേള എന്നില്ലേ? മാഷാ അല്ലാ. ഇങ്ങനെ തുടങ്ങി വരുന്നുണ്ട് എന്നല്ലേ? ഫിത്ന ഇങ്ങനെ തുടങ്ങി വരുന്നുണ്ട്. നമ്മളവിടെയൊക്കെ തുടങ്ങി അതിൻ്റെ മൂർധന്യ ദിശയിലെത്തിയിട്ടുണ്ട്. അതിൻ്റെ ഏറ്റവും ടോപ്പ് ലെവലിലാണുള്ളത്. ഇവിടെ ഇങ്ങനെ തുടങ്ങുന്നേ ഉള്ളൂ. അള്ളാഹു മുളയിൽ തന്നെ അത് അള്ളാഹു ഇല്ലാതെയാക്കി തരട്ടെ. കുറേ ആൾ അമീനാക്കുന്നില്ല, അത് നല്ല വേണമെന്ന് തോന്നുന്നുണ്ട് അല്ലേ? അള്ളാഹു ഇല്ലാതാക്കി തരട്ടെ. ആമീൻ ഉറക്കെ പറഞ്ഞോളൂ, അള്ളാഹു ഇല്ലാതാക്കി തരട്ടെ. അപ്പോൾ നല്ല നല്ല സദസ്സുകളിൽ കുറഞ്ഞ ആളുകളെ ഉണ്ടാവുള്ളൂ. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ചിലയിടങ്ങളിൽ പറയുന്നുണ്ട്, വഅക്സറുഹുമുൽ ഫാസിഖൂൻ, ജനങ്ങളിൽ അധിക ആളുകളും തെമ്മാടികളാണ്, നന്ദിയില്ലാത്തവരാണ്, നന്ദി കെട്ടവരാണ് അധിക ആൾക്കാരും. അപ്പോൾ എവിടെയെല്ലാം അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് മോശപ്പെട്ട ആളുകളെ പറ്റി പറഞ്ഞിട്ടുണ്ടോ അവിടേക്ക് അല്ലാഹു പറഞ്ഞിട്ടുള്ളത് ധാരാളം ആളുകൾ, ഒരുപാട് ആളുകൾ. കുറഞ്ഞ ആളുകൾ നന്മയുടെ പക്ഷത്തുണ്ടാവും. അല്ലാഹു ആ കുറഞ്ഞ ആളുകളുടെ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുത്തുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പുണ്യമായ റജബിൻ്റെ രാവുകളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. റജബ് എന്നാൽ മുഷ്തഖും മിനത്ത് തർജീബ് ഐ അത്തഅളീം. തർജീബ് എന്ന പദത്തിൽ നിന്നാണ് റജബ് എന്ന പദം വന്നത്. തർജീബ് എന്ന് പറഞ്ഞാൽ തഅളീം എന്നാണ് അർത്ഥം, ആദരവ് എന്നാണ് അർത്ഥം. അപ്പോൾ റജബ് എന്ന് പറയുന്നത് ആദരണീയമായ മാസമാണ് എന്ന് അതിൻ്റെ ആ റജബ് എന്ന പദത്തിൽ നിന്ന് തന്നെ വ്യക്തമാണ്. വളരെ ആദരവുള്ള മാസമാണ് റജബ്. ഇന്ന ഇദ്ദത്തശ്ശുഹൂർ ഇൻദല്ലാഹി 12 ശഹ്റൻ ഫീ കിതാബില്ലാഹ് യൗമ ഖലഖസ് സമാവാതി വൽ അർള് മിൻഹാ അർബഅത്തുൻ ഹുറും ദാലികദ്ദീനുൽ ഖയ്യിം. വിശുദ്ധ ഖുർആൻ സൂറത്ത് തൗബയുടെ 36-ാമത്തെ വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ഒരു വർഷത്തെ 12 മാസമായി നിശ്ചയിച്ചത് അല്ലാഹുവാണ്. അല്ലേ? ഒരു വർഷത്തെ 12 മാസമായി നിർണയിച്ചത്, നിശ്ചയിച്ചത് അല്ലാഹുവാണ്. എപ്പോഴാണത് നിശ്ചയിച്ചത്? യൗമ ഖലഖസ് സമാവാതി വൽ അർള്, ആകാശഭൂമികളെ സൃഷ്ടിക്കുന്ന അന്ന് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല വർഷങ്ങൾ 12ആയി നിശ്ചയിച്ചിരിക്കുകയാണ്. വസമ്മാഹാ, അല്ലാഹു തന്നെ ആ 12 മാസങ്ങൾക്കും പേര് വെച്ചിരിക്കുകയാണ്. ഈ ആയത്തിന്റെ തഫ്സീറിൽ മഹാനായ ഇമാം ഖുർത്തുബി തങ്ങൾ പറയുന്നുണ്ട്, 12 മാസങ്ങൾ നിശ്ചയിച്ചത് അല്ലാഹുവാണ്. ആ 12 മാസങ്ങൾക്കും അനുയോജ്യമായ പേരുകൾ വെച്ചുകൊടുത്തതും അല്ലാഹുവാണ്. ഹബീബായ നബി തങ്ങളല്ല, ഹബീബിന്റെ സ്വഹാബത്തല്ല, ഹബീബായ നബി തങ്ങൾക്ക് മുമ്പ് ലോകത്ത് ജീവിച്ചു പോയ ജാഹിലിയ കാലത്തുള്ള ആളുകളുമല്ല, മുൻകാല പ്രവാചകന്മാരുമല്ല. ഈ മാസങ്ങൾ നിശ്ചയിച്ചത്, അതിന് പേരുകൾ വെച്ചത് എല്ലാം ഖാലിഖായ റബ്ബ് തന്നെയാണ്. ഈ പ്രപഞ്ചത്തെ സൃഷ്ടിക്കുന്ന ദിവസം തന്നെ അല്ലാഹു നിശ്ചയിച്ചിട്ടുള്ള പേരുകളാണ്. പ്രിയപ്പെട്ടവരെ, ഓരോ മാസത്തിൻ്റെയും പേരുകൾ മുഹറം, സഫർ, റബീഉൽ അവ്വൽ, റബീഉൽ ആഖിർ, ജമാദുൽ ഊല, ജമാദുൽ ആഖിർ, റജബ്. അല്ലെ? ഹിജ്രി കലണ്ടർ പ്രകാരം ഒരു വർഷത്തിന്റെ നേരെ പകുതി 6 മാസം കഴിഞ്ഞുപോയി. റജബിലാണ് നമ്മൾ ഉള്ളത്. റജബ് അനുഗ്രഹീതമായ മാസമാണ്. റജബ് ഷഹ്റുല്ലാഹ് വശഅബാനു ശഹ്രീ വറമളാനു ശഹ്റു ഉമ്മത്തി. മുത്തുനബി തങ്ങൾ റജബിനെ പറ്റി അങ്ങനെയാണ് പറഞ്ഞത്. റജബിനെ അല്ലാഹുവിലേക്ക് ചേർത്തിട്ടാണ് പറഞ്ഞത്. റജബുൻ ഷഹ്റുല്ലാഹ്, റജബ് അല്ലാഹുവിന്റെ മാസമാണ്. റജബ് അല്ലാഹുവിന്റെ മാസമാണ്. വശഅബാനു ശഹ്രീ, ശഅബാൻ എന്റെ മാസമാണ്. വറമളാനു ശഹ്റു ഉമ്മത്തി, റമളാൻ എൻ്റെ ഉമ്മത്തിന്റെ മാസമാണ് എന്ന് പുണ്യനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ഉമ്മത്തിനെ ഓർമ്മപ്പെടുത്തുകയാണ്. ഹബീബായ നബി തങ്ങൾ പറയാണ്. അപ്പോൾ വളരെ പവിത്രമായ മാസമാണ് പുണ്യ റജബ്. ഈ റജബിൻ്റെ പവിത്രതകളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, ഈ റജബിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ധാരാളം ബർക്കത്ത് ഈ ഉമ്മത്തിന് ചൊരിയുന്ന മാസമാണ് പുണ്യ റജബ്.
അതുകൊണ്ടാണ് പുണ്യ റജബ് മാസമായാൽ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ദുആഇനെ അധികരിപ്പിച്ചിരുന്നു എന്നാണ്. ഏത് ദുആ? നമ്മുടെ നമസ്കാര ശേഷം റജബായാൽ 5 നേരമുള്ള നമസ്കാരങ്ങൾക്ക് ശേഷം നമ്മൾ ചെയ്യാറുള്ള ദുആ, അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ വബല്ലിഗ്നാ റമളാൻ. റജബിലും ശഅബാനിലും നീ ഞങ്ങൾക്ക് ബർക്കത്ത് ചെയ്യണേ അല്ലാഹ്. അപ്പൊ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ധാരാളം ബർക്കത്ത് ഈ ഉമ്മത്തിന് ചൊരിഞ്ഞു തരുന്ന മാസമാണ് പുണ്യ റജബ്. നമ്മൾ എന്ത് ചെയ്യണം? അള്ളാഹിനോട് ബർക്കത്തിനെ തേടണം. അള്ളാഹുവിനോട് നമ്മൾ ബർക്കത്തിനെ തേടണം. അനുഗ്രഹങ്ങൾ അള്ളാഹു നമുക്ക് ധാരാളം ചെയ്തു തന്നിട്ടുണ്ട്. അള്ളാഹു ധാരാളം അനുഗ്രഹങ്ങൾ നമുക്ക് ചെയ്തു തന്നിട്ടുണ്ട്, അല്ലേ? ഒരുപാട് അനുഗ്രഹങ്ങൾ. ആ അനുഗ്രഹങ്ങളിൽ പ്രധാനമാണ് സമ്പത്ത് എന്ന് പറയുന്നത്. അതുപോലെ സന്താനങ്ങൾ, ആരോഗ്യം, എല്ലാം നിഅമത്താണ്. എല്ലാം അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് ചെയ്ത അനുഗ്രഹങ്ങളാണ്. പ്രിയപ്പെട്ടവരെ, ആ അനുഗ്രഹങ്ങൾ നിലനിന്ന് കിട്ടുക എന്നതാണ് ബർക്കത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സുബൂത്തുൽ ഖൈരിൽ ഇലാഹി ഫിശ്ശൈഇ, ഒരു വസ്തുവിൽ ഇലാഹിയായ ദൈവീകമായ അഭൗതികമായ നേട്ടം നിലനിന്ന് കിട്ടലാണ്. ഒരു അള്ളാഹു ചെയ്ത ഒരു നിഅമത്ത് അത് നിലനിന്ന് കിട്ടുക എന്നതാണ് ബർക്കത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ എൻ്റെ കൂടെ ഇല്ലേ? മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നത്? ഇല്ലേ? ഗൊന്താവുന്നില്ലേ? മനുഷ്യന്മാരെ, നിങ്ങളോടാണ്. നിനക്ക് ഗൊത്തില്ല എന്നാരും പറയുന്നുണ്ടോ? ഇല്ലല്ലോ. എല്ലാവർക്കും ഗൊന്താവുന്നില്ലേ? എനിക്ക് നിങ്ങളെ നേരത്തെ കന്നഡത്തിലൊക്കെ അനൗൺസ്മെൻ്റ് ആക്കുന്നുണ്ടപ്പോൾ ഞാൻ ചോദിച്ചു അടുത്തുള്ള ഉസ്താദിനോട്, മലയാളത്തിൽ പറഞ്ഞാൽ തിരിയുന്നു. അപ്പോൾ പറഞ്ഞു നിങ്ങളെ കാസർഗോഡ് ഭാഷ തന്നെയാണ് ഇവിടെ. അപ്പോൾ കുറച്ച് റാഹത്തായി. മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ചെയ്ത ഒരുപാട് നിഅമത്തുകളുണ്ട്. ആ നിഅമത്തുകളൊക്കെ നിലനിന്ന് കിട്ടുക എന്നതാണ് ബർക്കത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഏതൊരനുഗ്രഹവും പ്രിയപ്പെട്ടവരെ അത് ഫലവത്താകണമെങ്കിൽ 2 കാര്യം വേണം. ഒന്ന്, അത് നിലനിന്ന് കിട്ടണം. അത് നിലനിന്ന് കിട്ടണം. സമ്പത്താണെങ്കിലും ആരോഗ്യമാണെങ്കിലും അത് നിലനിന്ന് കിട്ടുക എന്നത് വളരെ പ്രധാനമാണ്. മറ്റൊന്ന്, ആ നിഅമത്തുകളെ കൊണ്ട് ഉപകാരമുണ്ടാവണം. സമ്പത്ത് കൊണ്ട് ഉപകാരം വേണം, സന്താനങ്ങളെ കൊണ്ട് ഉപകാരമുണ്ടാവണം, ആ നിഅമത്തുകളെ കൊണ്ട് ഉപകാരമുണ്ടാവണം. ഇതാണ് 2ാമത്തെ കാര്യം. ഇത് രണ്ടും ഉണ്ടാവലാണ് ബറക്കത്ത് കൊണ്ട് അർത്ഥമാക്കുന്നത്. മഹാന്മാരായ ഉലമാ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. ആ ബറക്കത്തിനെയാണ് പ്രിയപ്പെട്ടവരെ പുണ്യ റജബിൽ നമ്മൾ അല്ലാഹുവിനോട് നിരന്തരം ചോദിക്കുന്നത്. നീ ഞങ്ങൾക്ക് ബർക്കത്ത് ചെയ്യണേ അല്ലാ. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എല്ലാ കാര്യങ്ങളിലും ബർക്കത്തിന് വേണ്ടി ദുആ ചെയ്യുമായിരുന്നു. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ അസ്മാഇനാ വ അബ്സ്വാരിനാ വബാരിക് ലനാ ഫീ ഖുലൂബിനാ വബാരിക് ലനാ ഫീ കുല്ലി ഉമൂരിനാ. അല്ലാഹുവേ, നീ ഞങ്ങളുടെ കേൾവിയിൽ ബർക്കത്ത് ചെയ്യണം, ഞങ്ങളുടെ കാഴ്ചയിൽ, ഞങ്ങളുടെ ഹൃദയങ്ങളിൽ, ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളിലും നീ ബർക്കത്ത് ചെയ്യണമെന്ന് പുണ്യനബി തങ്ങൾ ദുആ ചെയ്യാറുണ്ടായിരുന്നു. അത് ശഅബാനിലും റജബിലും മാത്രമല്ല, മറ്റുള്ള മാസങ്ങളിലെല്ലാം ഹബീബായ നബി തങ്ങൾ ബർക്കത്തിന് വേണ്ടി ദുആ ചെയ്തിട്ടുണ്ട്. സ്വഹാബത്ത് അവരുടെ തോട്ടങ്ങളിൽ ഉണ്ടാകുന്ന ഫലങ്ങൾ റസൂലുള്ളാഹിന്റെ അരികിൽ കൊണ്ടുപോകും. അത് സ്വഹാബത്തിന്റെ ഒരു രീതിയാണ്. ആദ്യം അവരുടെ തോട്ടത്തിലുണ്ടാകുന്ന ആദ്യത്തെ ഫലം, ഇന്നും ചില നാടുകളിൽ, പ്രത്യേകിച്ച് ചില ഉൾപ്രദേശങ്ങളിലൊക്കെ ആ പതിവ് ഇന്നും നിലനിൽക്കുന്നുണ്ട്. ഇവിടെ ഉണ്ടോയെന്ന് എനിക്കറിയില്ല. ഇന്നും ആ പതിവ് നിലനിൽക്കുന്നുണ്ട്, അല്ലേ? ചില ആളുകളുടെ തോട്ടത്തിലുണ്ടാകുന്ന ആദ്യത്തെ ഫലം എന്താണെങ്കിലും അത് ആദ്യം കൊണ്ടുപോയി, അല്ലേ, നാട്ടിലെ ഖത്തീബ് ഉസ്താദിന് കൊണ്ടുകൊടുക്കും. അതൊരു സന്തോഷമാണ്, അതൊരു ബർക്കത്താണ്. ബർക്കത്തിന് വേണ്ടി അങ്ങനെ ഹബീബായ നബി തങ്ങളുടെ അരികിലേക്ക് ആളുകൾ കൊണ്ടുവരും. മുത്തുനബി തങ്ങൾ അവരിൽ നിന്നത് സ്വീകരിക്കും, എന്നിട്ട് ദുആ ചെയ്യും. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ സമരിനാ, പടച്ചവനെ ഞങ്ങളെ ഫലങ്ങളിൽ നീ ബർക്കത്ത് ചെയ്യണേ അല്ലാ. വബാരിക് ലനാ ഫീ മദീനത്തിനാ, ഞങ്ങളുടെ ഈ മദീനയിൽ നീ ഞങ്ങൾക്ക് ബർക്കത്ത് ചെയ്യണേ അല്ലാ. വബാരിക് ലനാ ഫീ സ്വാഇനാ വമുദ്ദിനാ, ഞങ്ങളുടെ സ്വായിലും ഞങ്ങളുടെ മുദ്ദിലും നീ ബർക്കത്ത് ചെയ്യണേ അല്ലാ.
സ്വാഴ് മുദ്ദ് എന്നൊക്കെ പറഞ്ഞാൽ ഓരോ അളവുകളാണ്. ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ചില അളവുകൾ. ഇന്ന് നമ്മൾ കിലോ എന്നൊക്കെ പറയാറില്ലേ, ലിറ്റർ എന്നൊക്കെ പറയാറുള്ളത് പോലെ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ചില അളവുകളാണ് മുദ്ദും സ്വാഴുമെല്ലാം. ഇതിലെല്ലാം നീ ബറക്കത്ത് ചെയ്യണേ അല്ലാ എന്ന് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദുആ ചെയ്യുമായിരുന്നു. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ റജബിലും ശഅബാനിലും മാത്രമല്ല മറ്റുള്ള മാസങ്ങളിലെല്ലാം അറബിയിൽ തന്നെ വേണമെന്നില്ല, നമുക്കറിയുന്ന ഭാഷയിൽ നമ്മൾ അള്ളാഹിനോട് നിരന്തരം ബർക്കത്തിനെ തേടണം. ഏതൊരു കാര്യത്തിലും ഒരു വീടുണ്ടായാൽ, ഒരു വീടിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചാൽ, പടച്ചോനെ ഇതിൽ നീ ബർക്കത്ത് ചെയ്യണേ അല്ലാ. ഒരു കച്ചവടം തുടങ്ങുകയാണെങ്കിൽ അല്ലാഹുവേ ഈ കച്ചവടത്തിൽ നീ ബർക്കത്ത് ചെയ്യണേ പടച്ചവനെ. കല്യാണം കഴിക്കുകയാണെങ്കിൽ എൻ്റെ ഭാര്യയിൽ നീ ബർക്കത്ത് ചെയ്യണേ. എല്ലാത്തിലും അല്ലേ? അതുകൊണ്ടാണ് പരിശുദ്ധ റസൂലുള്ളാഹി തങ്ങൾ പറയുന്നുണ്ട്, ആദ്യമായി നീ നിക്കാഹ് ചെയ്ത പെണ്ണിനെ കാണുമ്പോൾ അവളുടെ തലയിൽ കൈവച്ച് ചൊല്ലേണ്ട ഒരു ദിക്റുണ്ട്. എത്ര ചെറുപ്പക്കാർക്കതറിയാം? യുവാക്കളത് പഠിക്കുന്നുണ്ടോ? യുവാക്കളത് ശ്രദ്ധിക്കുന്നുണ്ടോ? കല്യാണവുമായി ബന്ധപ്പെട്ട് മറ്റുള്ള എല്ലാ ഒരുക്കങ്ങളും നടത്തുന്നവരാണ് നമ്മൾ. മാസങ്ങൾക്ക് മുമ്പേ പന്തലിന് വേണ്ട ആളുകളെ നമ്മൾ ഏൽപ്പിക്കും. ഭക്ഷണം പാകം ചെയ്യാൻ, ഭക്ഷണം ഉണ്ടാക്കാൻ നമ്മൾ ആളെ ഏൽപ്പിക്കും. മറ്റുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിക്കും. എന്നാൽ കല്യാണത്തിൻ്റെ അന്ന് നിക്കാഹ് കഴിഞ്ഞാൽ ആദ്യമായി ഞാൻ കെട്ടുന്ന പെണ്ണിനെ കണ്ടാൽ ഞാൻ എന്തു പറയണം? എത്ര ചെറുപ്പക്കാർക്കറിയാം? യുവാക്കളെ അത് പഠിക്കണം. ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കണം. യുവാക്കളോട് വിശിഷ്യ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. നമുക്കൊക്കെ ചില സ്നേഹിതന്മാർ വിളിക്കാറുണ്ട്, ഫോൺ വിളിക്കും. എപ്പോഴാണ് വിളിക്കുക? കല്യാണ പെണ്ണിനെ കാണാൻ പോകുന്ന നേരത്ത്. നിക്കാഹൊക്കെ കഴിഞ്ഞ് അവളുടെ അരികിലേക്ക് ചെല്ലുന്ന ആ നേരം ഏതാനും ചെവിട്ടടികളെ ഉള്ളൂ അവളുടെ അരികിലെത്താൻ. അപ്പോഴാണ് പരിചയമുള്ള ഏതെങ്കിലും ഉസ്താദന്മാർക്ക് വിളിക്കുക. ആദ്യമായി അവളുടെ തലയിൽ കൈവച്ചിട്ട് ചൊല്ലേണ്ട എന്തോ ഒന്നുണ്ടല്ലോ. എന്താണത്? ആ ചൊല്ലുന്ന ദിക്ർ കുറച്ച് നേരത്തെ ഒന്ന് ചോദിച്ച് പഠിച്ചാൽ എത്ര മനോഹരമാണ് പ്രിയപ്പെട്ടവരെ. അല്ലാഹുമ്മ ബാരിക് ലികുല്ലി വാഹിദിൻ മിന്നാ ഫീ സ്വാഹിബി. അല്ലാഹുവേ, ഞങ്ങളിൽ ഓരോരുത്തർക്കും നീ ബർക്കത്ത് ചെയ്യണേ അല്ലാ. എന്നിലൂടെ ഇവൾക്കും ഇവളിലൂടെ എനിക്കും നീ ബർക്കത്ത് ചെയ്യണേ അല്ലാ എന്നാണ് ആ ദിക്റിന്റെ അർത്ഥം. അപ്പോ കല്യാണം കഴിക്കുമ്പോൾ, ഒരു പെണ്ണ് കിട്ടുമ്പോൾ അവിടെയും ബർക്കത്തിന് വേണ്ടി ദുആരക്കണം. എപ്പോഴും എല്ലായ്പ്പോഴും ഒരു വാഹനം വാങ്ങുമ്പോൾ പ്രിയപ്പെട്ടവരെ, ആ വാഹനത്തിന്റെ സ്റ്റിയറിംഗ് പിടിച്ചിട്ട് ദുആ ചെയ്യണം. ആ വാഹനത്തിന്റെ സ്റ്റിയറിംഗ് പിടിച്ചിട്ട് ദുആ ചെയ്യണം. അല്ലാ, ഈ വാഹനത്തിൽ നീ എനിക്ക് ബർക്കത്ത് ചെയ്യണേ അല്ലാ. ഈ വാഹനത്തിലൂടെ എന്തെങ്കിലും അപകടങ്ങൾ ഉണ്ടാകുന്നുവെങ്കിൽ അല്ലാ, ആ അപകടങ്ങളെ തൊട്ട് എന്നെയും എൻ്റെ ഈ വാഹനത്തെയും നീ കാക്കണേ അല്ലാ. എന്നൊരാൾ ഒരു വണ്ടി വാങ്ങിയാൽ ആ വണ്ടിയിൽ ആദ്യമായി ഇരുന്നു കൊണ്ട് അവൻ ദുആ ചെയ്യേണ്ടത് അങ്ങനെയാണ് എന്ന് മഹാന്മാരായ ഉലമാ നമ്മളെ പഠിപ്പിക്കുകയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, എല്ലാത്തിലും നമുക്ക് ബർക്കത്ത് വേണം. ഇലാഹിയായ ആ നന്മ നിലനിന്ന് കിട്ടണം. അതാണ് ബർക്കത്ത് എന്ന് പറയുന്നത്. അല്ലാഹു റജബിലും ശഅബാനിലും മറ്റുള്ള എല്ലാ മാസങ്ങളിലും പടച്ചവൻ നമുക്ക് ബർക്കത്ത് ചെയ്യട്ടെ. അല്ലാഹു നമുക്ക് ബർക്കത്ത് ചെയ്യട്ടെ. കുട്ടികളൊക്കെ ഇങ്ങനെ അല്ലേ, ലാ ഇലാഹ ഇല്ലല്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹി അല്ലേ, ഇങ്ങനെ നടക്കുകയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പോൾ അത് ഇവിടെ സംസാരിക്കുമ്പോൾ ഭയങ്കര എന്താ പറയുക, ഒരു പ്രയാസം ഉണ്ടാക്കുന്നുണ്ട്. സംഘാടകരൊന്ന് ശ്രദ്ധിച്ചാൽ മതി. കുട്ടികൾ ഇവിടെ ഇരിക്കണമെന്നില്ല, കുട്ടികളെ ഇവിടെ സൗകര്യം ഉണ്ടെങ്കിൽ ബാക്കിലൊക്കെ കളിക്കാൻ വിട്ടാൽ മതി. ഇതിലൂടെ ഇങ്ങനെ നടക്കുന്നതൊന്ന് ഒഴിവാക്കി തന്നാൽ വലിയ സന്തോഷം. അതൊന്നും ഒഴിവാക്കാനാവില്ല എന്നാണെങ്കിൽ അൽഹംദുലില്ലാ, അതിലും സന്തോഷം തന്നെയുള്ളൂ, വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല. ഇൻഷാ അല്ലാഹ് എൻ്റെ ഒരു ചെറിയൊരു പ്രയാസം അറിയിച്ചെന്നേ ഉള്ളൂ. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. നിങ്ങൾ ഉറങ്ങണുണ്ടോ മനുഷ്യന്മാരെ? ഒന്ന് ഉറക്കി ആമീൻ പറയാം. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഭക്ഷണം കഴിച്ചിട്ടില്ല എന്ന് തോന്നല്ലേ? ഇല്ലേ? ചില ആൾക്കാർ കഴിച്ചിട്ടുണ്ട്, ചില ആൾക്കാർ കഴിച്ചിട്ടില്ല അല്ലേ? ഭക്ഷണം കഴിക്കാത്ത ആൾക്കാരോട് വയല് പറയാറില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെയാണ്. വയറ് കാലിയായിട്ട് വയല് കേൾക്കാൻ കഴിയില്ല എന്നാണ്. അതിൻ്റെ ഒരു ഏകാഗ്രത കിട്ടൂല. ഇയാളൊന്ന് നിർത്തിയിരുന്നെങ്കിൽ എന്നാണ് വിചാരിക്കുക. അങ്ങനെ വിചാരിക്കുന്നില്ല ആരെങ്കിലും? ഇയാളൊന്ന് നിർത്തിയിട്ടുണ്ടെങ്കിൽ അല്ലേ, വലിയ ബുദ്ധിമുട്ടായി പോയല്ലോ എന്നങ്ങനെ തോന്നരുത്. ഇൻഷാ അല്ലാഹ് ഞാൻ കുറേ സമയം നിങ്ങളെ വയല് പറഞ്ഞ് ബോറടിപ്പിക്കൂല. ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞതാണ് ഇൻഷാ അല്ലാഹ്. അപ്പം അതുകൊണ്ട് മുളർ ഗോത്രക്കാർ വന്ന് റസൂലുള്ളാഹിൻ്റെ അടുത്ത്, മുളർ ഗോത്രക്കാർ അവർ വന്നിട്ട് റസൂലുള്ളാഹി തങ്ങളോട് ഔസിനി യാ റസൂലല്ലാഹ്, ഞങ്ങൾക്ക് എന്തെങ്കിലും
ഔസിനായ റസൂലല്ലാ, ഞങ്ങൾക്ക് എന്തെങ്കിലും ഉപദേശം നൽകണമെന്ന് പറഞ്ഞു. അവരുടെ ചേലും കോലവും അവരുടെ ആ ഒരു മട്ടമൊക്കെ കണ്ടപ്പോൾ റസൂലുള്ളാഹി തങ്ങൾക്ക് മനസ്സിലായി അവർ ഭക്ഷണം കഴിച്ചിട്ടില്ല. അവരോട് ചോദിച്ചു, പിന്നെ ഭക്ഷണം കഴിച്ചോ? ഇല്ല എന്ന് പറഞ്ഞു. പുണ്യനബി തങ്ങൾ സ്വഹാബികളുടെ കയ്യിൽ ആരുടെയെങ്കിലൊക്കെ കയ്യിൽ ഭക്ഷണമുണ്ടെങ്കിൽ കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞു. അങ്ങനെ ഭക്ഷണമൊക്കെ കൊണ്ടുവന്നു, ഓരോരുത്തരായി കൊണ്ടുവന്നു. അതൊക്കെ അവർക്ക് വിതരണം ചെയ്തു. അവരെ കൊണ്ട് ഭക്ഷണം കഴിപ്പിച്ചതിന് ശേഷമാണ് അവർക്ക് റസൂലുള്ളാഹി തങ്ങൾ വഅദ് പറഞ്ഞു കൊടുത്തത് എന്ന് ഹദീസിൽ കാണാം. അപ്പോൾ ഏതായാലും ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് ഇന്ന് ഇവിടെ ചീരണി കിട്ടുമോ? ചീരണി ഉണ്ടാ? ഉണ്ടാ? അതുകൊണ്ട് ഞാൻ 2 മണിയോളം വഅദ് പറഞ്ഞു നിങ്ങൾ പോകലാന്ന് എനിക്ക് ഉറപ്പായി. ഏതായാലും ഇൻഷാ അല്ലാഹ് അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഏതായാലും അങ്ങനെ 2 മണിയോടൊന്നും വഅദ് പറയില്ല, ഞാൻ പേടിക്കണ്ട. ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. എത്ര പറഞ്ഞാലും പോകല, ചീരണി ഉള്ളതുകൊണ്ട് അങ്ങനെ ഒരു ഗുണമുണ്ട്. ഏതായാലും അൽഹംദുലില്ലാഹ് വലിയ സന്തോഷം. സമയം 10:44. നമുക്കൊരു 11:30 ഉള്ളിൽ പിരിയാം അല്ലേ? 12 ആയെങ്കിൽ തൊന്തരയില്ല അല്ലേ? തൊന്തരയില്ല എന്ന് ഇവിടെ പറയാറുണ്ടോ? കുഴപ്പമില്ല. ഇൻഷാ അല്ലാഹ് അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ ഇൻഷാ അല്ലാഹ്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞു വന്നത് അള്ളാഹുവിൻ്റെ ഒരുപാട് അനുഗ്രഹങ്ങൾ നമുക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല ചെയ്തു തന്നിട്ടുണ്ട്. ആ അനുഗ്രഹങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട അനുഗ്രഹമാണ് ഞാൻ നേരത്തെ എണ്ണിപ്പറഞ്ഞ അനുഗ്രഹങ്ങൾ അല്ലേ? സമ്പത്ത് വലിയ അനുഗ്രഹമാണ്, സന്താനങ്ങൾ വലിയ അനുഗ്രഹമാണ്. മക്കളില്ലാതെ വിഷമിക്കുന്ന എത്രയോ ആളുകളുണ്ട് നമ്മുടെ നാടുകളിൽ. വിവാഹം കഴിഞ്ഞ് 10 വർഷമായി, 12 വർഷമായി, 15 വർഷമായി. എൻ്റെ കൂടെ വന്ന പ്രിയപ്പെട്ട സ്നേഹിതൻ നാസർ, തൊട്ടടുത്ത പ്രദേശത്തുള്ള നാസർ പെർലമ്പാടി എന്ന് പറയുന്ന പ്രിയപ്പെട്ട ചെറുപ്പക്കാരൻ, അള്ളാഹുവേ നീ സന്താന സൗഭാഗ്യം നൽകണേ റഹ്മാനെ, പ്രത്യേകം ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. എത്രയോ വേദികളിൽ, എത്രയോ സദസ്സുകളിൽ വഅദ് കഴിഞ്ഞിറങ്ങുമ്പോൾ സങ്കടത്തോടെ പറയാറുണ്ട്, ഉസ്താദേ മക്കളില്ല, ദുആ ചെയ്യണം. 20 കൊല്ലമായി, 15 കൊല്ലമായി. യാ അല്ലാഹ്, മക്കളില്ലാതെ വിഷമിക്കുന്ന എല്ലാ ദമ്പതികൾക്കും നീ മക്കളെ നൽകണേ അല്ലാഹ്. പക്ഷെ ഒരു കാര്യം പറയാം, നമ്മൾ നിരാശരാകരുത്, നമ്മളൊരിക്കലും നിരാശരാവരുത്. കാരണം സന്താനങ്ങൾ നൽകുന്നവൻ അല്ലാഹുവാണ്. ഏത് ഡോക്ടർമാര് നിങ്ങൾക്കൊരിക്കലും മക്കളുണ്ടാകില്ല എന്ന് പറഞ്ഞാലും മക്കളുണ്ടാവില്ല എന്ന് നമ്മൾ ഉറച്ചു തീരുമാനിക്കരുത്. കാരണം 99-ാമത്തെ വയസ്സിലാണ് ഇബ്രാഹിം നബിക്ക് അല്ലാഹു മകനെ നൽകിയത്, സയ്യിദുനാ ഇസ്മായിൽ അല്ലേ? 99-ാമത്തെ വയസ്സിലാണ് ഇസ്മായിൽ എന്ന മകനെ നൽകിയത് ഹാജറ എന്ന ഭാര്യയിലൂടെ. 112-ാമത്തെ വയസ്സിലാണ് ഇസ്ഹാഖ് എന്ന മറ്റൊരു മകനെ അല്ലാഹു നൽകിയത് ഇബ്രാഹിം നബിക്ക്, സാറ എന്ന ഭാര്യയിലൂടെ. 2 ഭാര്യയിലൂടെ 2 മക്കളെ അല്ലാഹു നൽകുകയാണ്. അപ്പൊ പ്രിയപ്പെട്ടവരെ, മക്കളില്ലാതെ സങ്കടപ്പെടുന്നവരുണ്ട്, അവർക്കൊക്കെ അല്ലാഹു മക്കളെ നൽകട്ടെ, വലിയ നിഅമത്താണത്. ഇങ്ങനെ ഓരോരോ അനുഗ്രഹങ്ങൾക്കിടയിലൂടെയാണ് നമ്മൾ ജീവിച്ചു പോകുന്നത്. മുഅ്മിനീങ്ങളെ, ആ അനുഗ്രഹങ്ങൾ നിലനിന്ന് കിട്ടാൻ നമ്മൾ അല്ലാഹുവോട് ദുആ ചെയ്യണം എന്നാണ് ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞത്. ദുആ ചെയ്താൽ മാത്രം പോരാ, പിന്നെയോ ആ അനുഗ്രഹങ്ങൾ നിലനിന്ന് കിട്ടാനുള്ള പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണോ ആ പ്രവർത്തനങ്ങൾ നമ്മളിൽ നിന്നുണ്ടാവണം. ഏതാണ് ആ പ്രവർത്തനം? വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുന്നുണ്ട്, ലഇൻ ശകർതും, നിങ്ങൾ എനിക്ക് നന്ദി ചെയ്താൽ, ഞാൻ നിങ്ങൾക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങൾക്ക് നിങ്ങൾ എന്നോട് നന്ദി കാണിച്ചാൽ, ലഅസീദന്നകും, ഞാൻ ആ അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് വർദ്ധിപ്പിച്ചു തരുമെന്ന് വിശുദ്ധ ഖുർആൻ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയാണ്, ആ അനുഗ്രഹങ്ങളെ നിങ്ങൾക്ക് നാം വർദ്ധിപ്പിച്ചു തരും. എന്തു വേണം? നന്ദിയുള്ളവരാവണം, ഖാലിഖായ റബ്ബിന് നന്ദിയുള്ളവരാവണം. ഇന്നാ ഹദൈനാഹു സബീൽ, നാം മനുഷ്യന് വഴി കാണിച്ചു കൊടുത്തിട്ടുണ്ട്. ഇമ്മാ ഷാക്കിറാ, ഒന്നുകിൽ നന്ദിയുടെ വഴിയാണ്, വ ഇമ്മാ കഫൂറാ, അല്ലെങ്കിൽ നന്ദികേടിന്റെ വഴിയാണ്. നന്ദിയുടെ വഴിയാണ് മുഅ്മിനീങ്ങളെ നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അന്ത തത്ലു ബൈനനാ ഫിൽ കവാകിബി കൽബുദൂർ ബൽ വാ അഷ്റഫു മിൻഹു യാ സയ്യിദി ഖൈറൻ നബി, ചൊല്ല് അസ്സലാത്തു അലൻ നബി.
الشفيع الأبطح والحبيب العربي أنت أم أم أبو ما رأينا فيهما مثل حسنك قط يا سيدي خير النبي الصلاة على النبي والسلام على الرسول بالعربي. അപ്പോൾ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ നമുക്ക് നിലനിന്ന് കിട്ടാൻ നമ്മൾ എന്ത് വേണം? നന്ദിയുള്ളവരാവണം, നന്ദിബോധം വേണം. എന്തെങ്കിലും ഒരു തലവേദന വരുമ്പോൾ, ഒരു വയറുവേദന വരുമ്പോൾ ഖാലിക്കായ റബ്ബിനെ കുറ്റപ്പെടുത്തുന്നവർ പോലും നമ്മളിലില്ലേ? എന്തിനാ പടച്ചോനെ എന്നോടിങ്ങനെ ചെയ്യുന്നത്? ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് എന്നെ ഇങ്ങനെ പരീക്ഷിക്കുന്നത്? നന്ദികേടിൻ്റെ വാക്കാണത്. പറയാൻ പാടില്ല ഒരു വിശ്വാസി, അല്ലേ? അത് നന്ദികേടിൻ്റെ വർത്തമാനമാണ്. എന്തെല്ലാം അനുഗ്രഹങ്ങൾ അള്ളാഹു നമുക്ക് ചെയ്തു തന്നിട്ടുണ്ട്. എന്നിട്ടൊരു തലവേദന വരുമ്പോൾ നമ്മൾ പറയുന്ന വാക്കാണിത്. അരുത് സഹോദരങ്ങളെ, പ്രത്യേകിച്ച് എൻ്റെ വാഴ് കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദരിമാർ, ഉമ്മമാർ. എൻ്റെ നാട്ടിൽ പണ്ടൊരു പെണ്ണുങ്ങൾ ഉണ്ടായിരുന്നൊരു സഹോദരി, വയോവൃദ്ധയായ ഒരു സഹോദരി. ആ സഹോദരി അവസാന കാലത്ത് നമസ്കാരമൊക്കെ ഒഴിവാക്കിയപ്പോൾ ആളുകൾ ചോദിച്ചു, എന്തേ ഉമ്മ നിങ്ങൾ നിസ്കരിക്കാത്തത്? എന്തേ ഉമ്മ നിങ്ങൾ നിസ്കരിക്കാത്തത്? അപ്പൊ ആ ഉമ്മ പറഞ്ഞു അത്രേ, എത്ര കാലമായി ഞാൻ അള്ളാഹ്ക്ക് നിസ്കരിക്കാൻ തുടങ്ങിയിട്ട്, എന്നിട്ട് എന്തേ എൻ്റെ റബ്ബ് എന്നെ മൈൻഡ് ചെയ്യാത്തത്? എന്തേ എൻ്റെ റബ്ബ് എന്നെ പരിഗണിക്കാത്തത്? ഞാനിപ്പോഴും ദാരിദ്ര്യത്തിലാണ്, ഞാനിപ്പോഴും കഷ്ടപ്പാടിലാണ് എന്നൊരുമ്മ പറഞ്ഞു എന്ന് ആളുകൾ ഇങ്ങനെ പറയുന്നത് കേൾക്കാം. ആ ഉമ്മ മരണപ്പെട്ടു പോയി, അള്ളാഹു പുറത്തു കൊടുക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഒരു തലവേദന വരുമ്പോഴേക്ക് നമ്മളിങ്ങനെ ഖാലിക്കായ റബ്ബിനോടിങ്ങനെ പ്രാകരുത്, ആളുകളോട് ഓരോന്നിങ്ങനെ പറയരുത്. കാരണം എന്തെന്നറിയോ പ്രിയപ്പെട്ടവരെ? അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഏറ്റവും കൂടുതൽ അവൻ പരീക്ഷിക്കുന്നത് അവൻ ഏറ്റവും ഇഷ്ടപ്പെട്ട ആളുകളെയാണ്. ആരാണത്? അൽ അംബിയാ, പ്രവാചകന്മാരാണ്. ഏറ്റവും കൂടുതൽ അള്ളാഹു പരീക്ഷിക്കുന്നത് അവൻ്റെ പ്രവാചകന്മാരെയാണ്. അവരാണല്ലോ അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടവർ. ആ പ്രവാചകന്മാരിൽ തന്നെ ഏറ്റവും വലിയ പരീക്ഷണത്തിന് വിധേയനായത് നബിയുനാ വ ഹബീബുനാ വ ഖായിദുനാ വ ഖുദുവതുനാ വ ഉസ്വതുനാ മുഹമ്മദുൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നമ്മുടെ നേതാവ്, മദീനയുടെ മന്ദമാരുതൻ, മക്കയുടെ നിലാവുളിയായ ആമിന ബീവിയുടെ പുന്നാരമോൻ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. ആലോചിച്ചോക്ക്, നമ്മൾ ഈ ഭൂമിയിലേക്ക് കടന്നു വരുമ്പോഴേക്ക് വാപ്പ മരണപ്പെട്ടു പോയി. വാപ്പയില്ല, വാപ്പ മരിച്ചുപോയി, അല്ലേ? ഭൂമിയിലേക്ക് വരുമ്പോൾ തന്നെ യതീമായിട്ടാണ് പിറന്നത്. അലം യജിദ്ക യതീമൻ ഫആവാ വവജദക ളാല്ലൻ ഫഹദാ വവജദക ആയിലൻ ഫഅഗ്നാ. വിശുദ്ധ ഖുർആനിൽ അല്ലാഹ് പറഞ്ഞില്ലേ, അലം യജിദ്ക യതീമാ, യതീമായി പിറന്നു, അനാഥനായി പിറന്നു, ബാപ്പയില്ലാതെ ഈ ലോകത്തേക്ക് കടന്നു വന്നു. 6 വയസ്സായപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രിയപ്പെട്ട മാതാവിനെയും കൊണ്ടുപോയി. നോക്കൂ, നമ്മൾ എത്ര വലിയ പരീക്ഷണമാണ്. പിന്നെയോ പ്രിയപ്പെട്ട മാതാവ് മരണപ്പെട്ടപ്പോ ഏറ്റെടുത്ത മഹാന്മാരായ ആളുകളെല്ലാം, ഏറ്റെടുത്തവരെല്ലാം മരണപ്പെട്ടു പോയി. അബ്ദുൽ മുത്തലിബ് മരണപ്പെട്ടു. അതിനുശേഷം അബൂ ത്വാലിബ് മരണപ്പെട്ടു. എല്ലാമായ ഖദീജ ബീവിയും മരണപ്പെട്ടു. അങ്ങനെ ജീവിതത്തിൽ ആരൊക്കെ തുണയായോ, ആരെല്ലാം കൂടെയുണ്ടായോ, അവരെല്ലാം പെട്ടെന്ന് മരണപ്പെട്ടു പോയി. പതറിയോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം? തളർന്നോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം? ഇല്ല, തളരാതെ പതറാതെ
തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഏൽപ്പിച്ച ഒരു ദൗത്യമുണ്ട്. ആ ദൗത്യം നിർവഹിച്ച് മുന്നോട്ട് പോയി നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മുഅ്മിനീങ്ങളെ, അപ്പോൾ ഏറ്റവും കൂടുതൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പരീക്ഷിച്ചത് ആരെയാണ്? അവൻ ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രവാചകന്മാരെയാണ്. ആരെയാണ്? പ്രവാചകന്മാരെയാണ്. അത് കഴിഞ്ഞാൽ പ്രിയപ്പെട്ടവരെ പിന്നെ ഔലിയാക്കളാണ്. ഔലിയാക്കൾ അവർ അല്ലാഹുവിൻ്റെ ഇഷ്ടദാസന്മാരാണ്. അവർക്കും വലിയ പരീക്ഷണങ്ങൾ വരും. പിന്നെയോ അതേപോലെ സ്വാലിഹീങ്ങൾ, നല്ല മനുഷ്യർ, അവരെയൊക്കെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പരീക്ഷിക്കുക. അപ്പോൾ എന്തെങ്കിലും ഒരു പരീക്ഷണങ്ങൾ വരുമ്പോഴേക്ക് വല്ലാതെ അങ്ങ് തളർന്ന് പതറി അല്ലാഹുവിനെ പോലും കുറ്റപ്പെടുത്തുന്നൊരവസ്ഥയിലേക്ക് നമ്മളെത്തരുത്. അല്ലാഹു നമ്മളെ കാത്ത് രക്ഷപ്പെടുത്തുമാറാവട്ടെ. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻ, അബ്ബാസ് എന്നവരുടെ മോനാണ്. അബ്ബാസ് എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹി തങ്ങളുടെ ഏളാപ്പയാണ്, ബാപ്പയുടെ അനുജനാണ്. അപ്പോൾ റസൂലുള്ളാഹി തങ്ങളുടെ ഏളാപ്പാന്റെ മകൻ ഇബ്നു അബ്ബാസ് ലോകം കണ്ട പ്രതിഭാശാലിയായ മഹാനാണ്. റഈസുൽ മുഫസ്സിരീനാണ്, ഖുർആൻ പണ്ഡിതനാണ്, ഖുർആൻ വ്യാഖ്യാതാവാണ്. തായിഫിൽ മരണപ്പെട്ട് കിടക്കുകയാണ്. തായിഫിലാണ് പ്രിയപ്പെട്ടവരെ അവരുടെ മസാർ. ഉംറക്ക് പോകുന്ന ആളുകളെല്ലാം തായിഫിൽ പോകാറുണ്ട്. ആ ത്വായിഫിന്റെ മണലാരണ്യത്തിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻ, അവർ ഒരു ദിവസം തൻ്റെ ഒരു സഹോദരനെ ഒരു സ്വഹാബി വര്യനെ വിളിച്ചുകൊണ്ട് ചോദിച്ചു, അലാ ഉരീകം റഅതം മിൻ അഹ്ലിൽ ജന്ന, സ്വർഗക്കാരിയായ ഒരു പെണ്ണിനെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരട്ടെയോ? ബലാ ഇബ്നു അബ്ബാസ്, ഇബ്നു അബ്ബാസ് എന്നവരെ ഏതാണ് പെണ്ണ്? ഏതാണ് ആ സ്വർഗക്കാരിയായ പെണ്ണ്? ആള് ചോദിച്ചു, ഏതാണ് സ്വർഗക്കാരിയായ പെണ്ണ്? മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു തങ്ങൾ പറഞ്ഞു കൊടുത്തു, തിൽകംറഅത്തുൻ സൗദാ, ആ കാണുന്ന കറുകറുത്ത പെണ്ണ്, ആ കാണുന്ന കറുകറുത്ത പെണ്ണിനെ കണ്ടില്ലേ? അവള് സ്വർഗക്കാരിയായ പെണ്ണാണ്. എന്താണ് കാരണമെന്നറിയോ? അത്തത്തിൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, അവരൊരു ദിവസം ഹബീബായ നബി തങ്ങളുടെ അരികിൽ വന്നിട്ടുണ്ട്. അന്ന് ഞാൻ റസൂലുള്ളാന്റെ അരികിലുണ്ട്. ഹബീബായ നബി തങ്ങളുടെ അരികിൽ വന്നിട്ട് അവർ പറഞ്ഞു, ഇന്നി അസ്റഉ വ അതകശഫു യാ റസൂലല്ലാഹ്, നബിയേ ഞാൻ അപസ്മാര രോഗിയാണ്. നബിയേ അപസ്മാര രോഗിയാണ്. ആ രോഗം എനിക്ക് പെട്ടെന്ന് വരാറുണ്ട്. ചിലപ്പോൾ ഞാൻ അങ്ങാടികളിലാവാം. അങ്ങനെ അങ്ങാടികളിലോ മറ്റോ വെച്ച് ആ രോഗം എനിക്ക് വന്നാൽ എൻ്റെ ഔറത്ത് വെളിവായി പോകുന്നുണ്ട് നബിയേ, എനിക്കത് സഹിക്കാനാവുന്നില്ല നബിയേ. ഫദ്ഉല്ലാഹ അൻ യശ്ഫിയനി, ഒന്ന് റബ്ബിനോട് ദുആ ചെയ്യണം എനിക്കൊരു ശിഫാ തരാൻ, എൻ്റെ ഈ രോഗത്തിനൊരു ശമനം തരാൻ അങ്ങൊന്ന് ദുആ ചെയ്യണം യാ റസൂലല്ലാഹ്. ഹബീബായ മുത്തനബി തങ്ങൾ ആ പെണ്ണിനോട് പറഞ്ഞു. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാണ്, മുത്തനബി തങ്ങൾ ആ പെണ്ണിനോട് പറഞ്ഞത് എന്തെന്നറിയോ? പെണ്ണേ, നിനക്ക് രണ്ട് ഓപ്ഷൻ ഉണ്ട്. ഒന്നുകിൽ ഞാൻ നിനക്ക് ദുആ ചെയ്യാം നിന്റെ ഈ രോഗം മാറ്റിത്തരാൻ, അല്ലാഹു നിനക്ക് ഈ രോഗം മാറ്റിത്തരും. ഞാൻ ദുആ ചെയ്താൽ അല്ലാഹ് നിനക്കിത് മാറ്റിത്തരും. അല്ലെങ്കിലോ ഈ രോഗം അങ്ങനെ തന്നെ ഇരുന്നോട്ടെ. ഇൻ സബർതി വലകിൽ ജന്ന, നീ ക്ഷമിച്ചാൽ നിനക്ക് സ്വർഗമുണ്ട് മോളെ. ഏതാണ് വേണ്ടത് നീ ആലോചിച്ചു പറയണം. യാ റസൂലല്ലാഹ്, ഒരാലോചനയുമില്ലാതെ ആ പെണ്ണ് പറഞ്ഞു, നബിയേ എനിക്ക് ഈ രോഗം മാറണ്ട, എൻ്റെ ഈ രോഗം എനിക്ക് മാറണ്ട നബിയേ, ഈ രോഗം അങ്ങനെ തന്നെ ഇരുന്നോട്ടെ, ഞാൻ ക്ഷമിച്ചോളാം, എനിക്ക് സ്വർഗം മതി നബിയേ, എനിക്ക് സ്വർഗം മതി. സ്വർഗക്കാരിയായ പെണ്ണാണിത്. ഇബ്നു അബ്ബാസ് എന്നവർ പറഞ്ഞു കൊടുക്കുകയാണ്. ആ പെണ്ണ് പറഞ്ഞു, എനിക്ക് സ്വർഗം മതി. എന്നിട്ട് ഹബീബ നബി തങ്ങളോട് പറഞ്ഞു, നബിയേ എനിക്ക് രോഗം അങ്ങനെ തന്നെ ഇരുന്നോട്ടെ, കുഴപ്പമില്ല,
പക്ഷേ ഈ രോഗം കാരണം എൻ്റെ ഔറത്ത് ആളുകൾ കാണാനിടയാവുന്നത് അതെനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. എൻ്റെ ഔറത്ത് കാണാത്ത പോലെയാവണേ നബിയേ, അതിനു വേണ്ടി അങ്ങൊന്ന് ദുആ ചെയ്യണേ നബിയേ. ഫദഅലഹാ, ആ പെണ്ണിൻ്റെ ആവശ്യം പോലെ ആ ഹബീബായ നബി തങ്ങൾ അവരുടെ ഔറത്ത് വെളിവാകാതിരിക്കാൻ ദുആ ചെയ്തു എന്ന് ഹദീസിൽ കാണാം. ഇമാം ബുഖാരി തങ്ങൾ ഉദ്ധരിച്ചിട്ടുള്ള ഹദീസാണിത്. എൻ്റെ വഅദ് കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദരിമാരെ, ഉമ്മമാരെ, നല്ല പോലെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഹദീസാണിത്. എൻ്റെ ഔറത്ത് കാണുന്നത് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ഈ രോഗം എനിക്ക് അവിടെ ഇരുന്നോട്ടെ, കുഴപ്പമില്ല, പക്ഷെ എൻ്റെ ഔറത്ത് വെളിവാകുന്നത് എനിക്ക് പറ്റുന്നില്ല. അതിനൊന്ന് ദ്വാരക്കണം, ഔറത്ത് വെളിവാകാതിരിക്കാൻ. എൻ്റെ വഅദ് കേൾക്കുന്ന സഹോദരിമാർ അല്ലേ, ഇന്നൊക്കെ നമ്മുടെ പ്രിയപ്പെട്ട സഹോദരിമാരൊക്കെ ഖാലിക്കായ റബ്ബിന് നന്ദി കേടല്ലേ ചെയ്യുന്നത്. ഇവിടുത്തെ പെണ്ണുങ്ങൾ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഗാനമേള ഉണ്ടോയെന്ന് വെച്ചപ്പോൾ ഇല്ലയെന്ന് പറഞ്ഞു. അതുപോലെ ഇവിടുത്തെ പെണ്ണുങ്ങളൊക്കെ നല്ല അച്ചടക്കമുള്ള പെണ്ണുങ്ങളാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അല്ലേ, പൊതുവിൽ അങ്ങനല്ലേ? ഇങ്ങനെ സമ്മതിക്കുന്നില്ല. മാപ്പിളാർക്ക് സമ്മതിക്കാൻ കഴിയുന്നില്ല, പുതിയ പിള്ളേർക്ക് അല്ലേ. ഓളെ എനിക്കല്ലേ അറിയൂ എന്നുള്ളതാണ്, ഉസ്താൻ എന്തെറിഞ്ഞ്. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ പറയുന്നത് അതല്ല, നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തെ പറ്റിയല്ല ഞാൻ പറയുന്നത്. നമ്മുടെ സഹോദരിമാരൊക്കെ ഇന്ന് കണ്ടില്ലേ, ഒക്കെ എന്താ പറയുക, യൂട്യൂബിന് മുന്നിലാണ്. കർണാടകയിൽ അങ്ങനെ മുസ്ലിമാത്തുകളായ പെണ്ണുങ്ങൾ അങ്ങനെ കണ്ടിട്ടില്ല അല്ലേ? അല്ല സാലിഹത്തന്നെ അല്ലേ? ആട്ടെ, അള്ളാഹു സാലിഹാത്തുകളുടെ കൂട്ടത്തിൽ പെടുത്തട്ടെ അല്ലേ. ഇവിടെ വഅദ് കേൾക്കുന്ന സഹോദരിമാർ പ്രത്യേകിച്ച് അവരൊക്കെ നല്ല സ്വാലിഹാത്തുകളാണെന്ന് വിശ്വസിക്കാനാണ് എനിക്ക് ആഗ്രഹം. അള്ളാഹു അങ്ങനെ തന്നെ ആക്കട്ടെ. വളരെ സങ്കടമാണ് ചില സഹോദരിമാരൊക്കെ കാണുമ്പോൾ, വളരെ സങ്കടം തോന്നാറുണ്ട്. അവരത്തൊക്കെ ഇങ്ങനെ വെളിവാക്കി എന്താ പറയാ, അതൊക്കെ നമ്മുടെ ഭരണഘടന അനുവദിച്ചിട്ടുണ്ട്, രാജ്യം അനുവദിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് എല്ലാ തോന്നിവാസവും ചെയ്യാൻ ഒരു കുഴപ്പമില്ല. കുറേ സഹോദരിമാർ എന്താ പറയുക, യൂട്യൂബിന് മുന്നിലാണ്, വ്ളോഗർമാർ. ഇങ്ങനെ വ്ളോഗ് ചെയ്യാൻ കൊറോണക്കാലത്താണ് ഈ അസുഖം തുടങ്ങിയത് അല്ലേ. ഈ അസുഖം തുടങ്ങിയത് കൊറോണക്കാലത്താണ്. അവിടെ നിന്ന് അങ്ങനെ തുടങ്ങി കുറേ ആൾക്കാർക്കൊക്കെ പൈസ കിട്ടിയപ്പോൾ പിന്നെ അതൊരു ഭയങ്കര രസമായിട്ട് മാറി. കുറേ ആൾക്കാർക്ക് പൈസ കിട്ടി, യൂട്യൂബിൽ നിന്ന് പൈസ കിട്ടുന്നതെന്ന് അറിഞ്ഞപ്പോൾ പിന്നെ ഓരോരുത്തരും അങ്ങോട്ട് തുടങ്ങി, വ്ളോഗ് തുടങ്ങി. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യണം, അങ്ങനെ എല്ലാവരും കൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യിപ്പിച്ചു. പിന്നെ എന്താ പറയുക, പിന്നെ അങ്ങോട്ട് വീഡിയോ തന്നെ എല്ലാം. പുരയിൽ ആരൊക്കെ വന്നു, ആര് വന്നാലും ഒക്കെ ക്യാമറയിലാണ്. ഇതാ ഞങ്ങളെ പുരയിൽ ഇന്ന ആൾക്കാർ വന്നു, അവർക്ക് ഇതാ ഇന്ന ഫുഡ് ഉണ്ടാക്കിയിട്ടുണ്ട്, ഇന്ന കറി ഉണ്ടാക്കി, അതാക്കി ഇതാക്കി എന്നങ്ങനെ. ബാത്റൂമിൽ പോകുന്നത് മാത്രമേ കാണിക്കാത്തുള്ളൂ, ബാക്കിയൊക്കെ ഇപ്പോൾ യൂട്യൂബിലൊക്കെ ലൈവാണ്. അങ്ങനെ ഒരു വല്ലാത്തൊരവസ്ഥയിലേക്ക് നമ്മുടെ സമൂഹം പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് കാലത്തിൻ്റെ കുറ്റാണ്. വല്ലാത്തൊരു കാലം എന്ന് നമ്മൾ പറയാറുണ്ട്. കാലത്തെ നമ്മളങ്ങനെ പറയരുത്. കാലത്തിനൊരു കുഴപ്പമില്ല. കാലത്തിനുള്ള കുഴപ്പമുണ്ടോ? നഈബു സമാനന വൽ ഐബു ഫീനാ വമാ ലി സമാനിനാ ഐബുൻ സിവാനാ. നമ്മുടെ മദ്ഹബിന്റെ ഇമാമായ ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ മനോഹരമായ വരികളാണിത്. നഈബു സമാനന വൽ ഐബു ഫീനാ. നമ്മൾ കാലത്തെ കുറ്റം പറയുകയാണ്. പലരും പറയും വല്ലാത്തൊരു കാലം അല്ലേ. 2 മക്കളുടെ ഉമ്മ, 3 മക്കളുടെ ഉമ്മ കണ്ണിൽ കണ്ടവന്റെ കൂടെ ഏതെങ്കിലും ഒരു മേസ്ത്രിയുടെ കൂടെയോ മറ്റോ ഒളിച്ചോടിയാൽ ആ വാർത്ത നമ്മൾ കണ്ടാൽ നമ്മൾ പറയും വല്ലാത്തൊരു കാലം എന്ന് നമ്മൾ പറയും. ഇമാമുന ശാഫിഈ തങ്ങൾ പറയാണ്, കാലത്തെ കുറ്റം പറയല്ലേ, കാലത്തിനൊരു കുറ്റവുമില്ല. പിന്നെയോ വമാലി സമാനിന ഐബുൻ സിവാനാ. ഒരുപാട് ന്യൂനതകളുള്ള, ഒരുപാട് കുറ്റങ്ങളുള്ള, കുറവുകളുള്ള നമ്മൾ ജീവിക്കുന്നു എന്നതാണ് ഈ കാലത്തിൻ്റെ ആകെയുള്ളൊരു കുഴപ്പം. ഈ കാലത്തിൻ്റെ ആകെയുള്ളൊരു കുഴപ്പം അതാണ്. വേറൊരു കുഴപ്പം ഈ കാലത്തിനില്ല. ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു അല്ലേ. അതുകൊണ്ട് കാലത്തെ നമ്മൾ കുറ്റം പറയണ്ട. സംവിധാനങ്ങൾ, കുറേ സംവിധാനങ്ങൾ അധികരിച്ചു. പ്രധാനമായും മൊബൈൽ ഫോൺ. ആ മൊബൈൽ ഫോണുകൾ നമ്മുടെ പ്രിയപ്പെട്ട മക്കളുടെ കൈകളിലേക്കൊക്കെ ഏൽപ്പിക്കുന്ന ഉമ്മമാരുണ്ട്. ചെറിയ മക്കൾ, 3 വയസ്സുള്ള മകൻ മൊബൈല് അവനെല്ലാം അറിയാമെന്ന് അഭിമാനത്തോടെ പറയുന്ന വാപ്പമാരുണ്ട്, ഉമ്മമാരുണ്ട് അല്ലേ. ഉസ്താദേ ഓനക്കെല്ലാം
മദ്രസിൽ പഠിച്ചില്ലെങ്കിൽ എന്താക്കണം, മൊബൈൽ എല്ലാം A to Z ഓനിക്ക് എല്ലാം അറിയും ഉസ്താദേ എന്ന് പറയാറുണ്ട് ചില വാപ്പാർ. ഭയങ്കര സന്തോഷത്തോടെ പറയാണ്. അതൊരു നല്ല കാര്യമാണോ? മൊബൈലിൻ്റെ ഉള്ളറകളെല്ലാം അറിയാം. കുട്ടിക്കാലത്ത് തന്നെ അവരുടെ കയ്യിലേക്ക് മൊബൈൽ കൊടുക്കുന്ന വാപ്പമാർ, ഉമ്മമാർ, വല്ലാത്ത കഷ്ടം തന്നെയാണ്. മക്കളെ നമ്മൾ തന്നെയാണ് മോശക്കാരാക്കുന്നത്. അള്ളാഹു തന്ന വലിയ നിഅമത്താണ് മക്കളെന്ന് പറയുന്നത്, അല്ലേ? സന്താനങ്ങളൊക്കെ വലിയ നിഅമത്താണ്. ഞാൻ ആ ഭാഗത്തേക്ക് വരാം. ഞാനിപ്പോൾ പറഞ്ഞു വന്നത്, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പോൾ നമ്മുടെ സഹോദരിമാരൊക്കെ ഇങ്ങനെ വ്ളോഗിന് മുന്നിൽ ഇങ്ങനെ കാണുകയാണ്. വളരെ സങ്കടകരം. ഹയാ പറ്റേ നമ്മുടെ സമൂഹത്തിൽ നിന്ന് നീങ്ങിപ്പോവാൻ. ഹയാ എന്ന് പറയുന്നത് ഈ ഉമ്മത്തിൻ്റെ ഒരു ഐഡന്റിറ്റിയാണ്. അൽ ഹയാഉ ശുഅബത്തും മിനൽ ഈമാൻ. ഈമാനിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഹയാ എന്ന് പറയുന്നത്, നാണം, ലജ്ജ എന്ന് പറയുന്നത്. ആ ഹയാ അവസാന നാളിനോടനുബന്ധിച്ച് യുർഫഉൽ ഹയാ, നാണം ഉയർത്തപ്പെടുമെന്ന് മുഹമ്മദ് മുസ്തഫ. ലോകം അവസാനിക്കുന്നതിന് മുമ്പായി ഹയാ എല്ലാം പോവും. നബിയുനാ റസൂലുള്ളാഹി. അപ്പം ഇങ്ങനെ വിചാരിക്കും, പെണ്ണുങ്ങന്മാർ വിചാരിക്കുന്നുണ്ടാവും, അങ്ങനെ ഹയാവിൽ പോവെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് എന്ത് കാര്യം, ഏതായാലും ഹയാവ് പോകുന്നല്ലേ. അങ്ങനെയല്ല, നമ്മൾ ആ കൂട്ടത്തിൽ പെടരുത് എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ ഈ വാഴ്ന്ന് പറയുന്നത്, അല്ലേ? ഹയാ എന്തായാലും നഷ്ടപ്പെടും ലോകത്ത് നിന്ന്. ഈ ഉമ്മത്തിൽ ഒരുപാട് ആളുകളിൽ നിന്ന്, പ്രത്യേകിച്ച് സഹോദരിമാരിൽ നിന്നൊക്കെ ഹയാ പോവും. പക്ഷെ അങ്ങനെ ഹയാ നഷ്ടപ്പെടുന്ന സഹോദരിമാരുടെ കൂട്ടത്തിൽ നമ്മുടെ ഭാര്യമാർ, നമ്മുടെ ഉമ്മമാർ, നമ്മുടെ പെങ്ങന്മാരുണ്ടാവാൻ പാടില്ല. അതിനാണ് നമ്മൾ ഈ നിരന്തരം ഇതുപോലെയുള്ള വഅ്ള് പരിപാടികൾ സംഘടിപ്പിക്കുന്നത്, ഇതുപോലെ നമ്മൾ വഅ്ള് പറയുന്നത്, വഅ്ള് കേൾക്കുന്നത്. ഹയാ നഷ്ടപ്പെടാതിരിക്കാനാണ്. ഹയാ വേണം പ്രിയപ്പെട്ടവരെ, നല്ല നാണം വേണം, ലജ്ജ വേണം. അതാണ് ഒരു മുഅ്മിനത്തായ പെണ്ണിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഐഡന്റിറ്റി എന്ന് പറയുന്നത് ഹയാ ആണ്. ആ ഹയാ നമ്മൾ കാത്തു സൂക്ഷിക്കണേ. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഞാൻ പറഞ്ഞു വന്നത്, ഒരുപാട് നിഅമത്തുകൾ അല്ലാഹു നമുക്ക് ചെയ്തു തന്നിട്ടുണ്ട്. ആ നിഅമത്തുകളെ കുറിച്ചെല്ലാം നാളെ ഖാലിഖായ റബ്ബിന്റെ കോടതിയിൽ നമ്മളോട് ചോദ്യമുണ്ടാകും. യാതൊരു സംശയവും ആ കാര്യത്തിൽ വേണ്ട. എല്ലാ അനുഗ്രഹങ്ങളെക്കുറിച്ചും അല്ലാഹു നമ്മളോട് ചോദിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ. കുറച്ച് കൂട്ടിയെങ്കിൽ ഞാൻ കുറച്ച് കുറക്കാം, തൊണ്ടുമ്പല്ലോ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നിങ്ങൾ ഉറങ്ങുന്നുണ്ടാ? ഇല്ലല്ലേ? എല്ലാം തുറന്നിട്ടല്ലേ ഇരിക്കുന്നത്? അൽഹംദുലില്ലാ, അല്ലാഹു കബൂൽ ചെയ്യട്ടെ. ഹബീബായ മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, ലാ തസൂലു ഖദമാ അബ്ദിൻ ഹത്താ യുസ്അല അൻ ഉംരിഹി ഫീമ അഫ്നാ. സാധാരണ ഞാൻ പറയാറുള്ളൊരു ഹദീസാണിത്. നമ്മളേറെ ഇരുത്തി ചിന്തിപ്പിക്കേണ്ട ഹദീസാണിത്. 4 കാര്യങ്ങളെക്കുറിച്ചുള്ള ചോദ്യമുണ്ടാകും നാളെ മഹ്ശറയിൽ. ആ ചോദ്യങ്ങൾക്ക് വ്യക്തമായ മറുപടി നൽകിയാലല്ലാതെ ഒരു മനുഷ്യന്റെ കാൽപാദം 1 ഇഞ്ച് മുന്നോട്ട് വെക്കാൻ അല്ലാഹു അനുവദിക്കുകയില്ലെന്ന് താജ്ദാറേ മദീന നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അൻ ഉമുരിഹി, ഒന്ന് അവന്റെ ആയുസ്സാണ്. ഒന്നാമത്തേത് അവന്റെ ആയുസ്സാണ്. അള്ളാഹു നൽകിയ ആയുസ്, അള്ളാഹ് നൽകിയ ഈ ജീവിതം, ഇത് പടച്ച റബ്ബ് തന്നതാണ്. ഈ ആയുസ്സിനെ പറ്റി അള്ളാഹ് ചോദിക്കും, ഫീമാ അഫ്നാ, എന്തിലാണ് നീ നിന്റെ ആയുസ്സിനെ നശിപ്പിച്ച് കളഞ്ഞത്? റബ്ബിന്റെ ചോദ്യത്തിന് ഉത്തരം കൊടുക്കാൻ കഴിയണം. ആയുസ്സിനെ എങ്ങനെ ചെലവഴിച്ചു? 20 വയസ്സ്, 60, 80 ഒക്കെ ജീവിച്ചില്ലേ? ഇക്കാലം അത്രയും നീ എന്തൊക്കെയാണ് ചെയ്തത്? എങ്ങനെയാണ് നിന്റെ ജീവിതത്തിലെ സെക്കൻഡുകളെ, മിനിറ്റുകളെ, മണിക്കൂറുകളെ, ദിവസങ്ങളെ, ആഴ്ചകളെ, മാസങ്ങളെ, വർഷങ്ങളെ നീ നീക്കിയത്? എങ്ങനെയാണ് അവകളെ നീ ചെലവഴിച്ചത് എന്നല്ലാഹു ചോദിക്കുമ്പോൾ മറുപടി കൊടുക്കാൻ കഴിയണം. ദുനിയാവിൽ കളിച്ചു മതിച്ച് രസിച്ച് നടന്ന ആളുകളെല്ലാം നാളെ റബ്ബിന്റെ കോടതിയിൽ മറുപടിയില്ലാതെ പ്രയാസപ്പെടും, മറുപടി പറയാനാകാതെ പ്രയാസപ്പെടും.
അന്ന് ഖാലിക്കായ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ നരകാഗ്നിയിലേക്ക് വലിച്ചെറിയുമെന്ന് പരിശുദ്ധ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പലപ്പോഴും പ്രിയപ്പെട്ടവരെ, പല ആഘോഷങ്ങൾക്കിടയിലും അള്ളാഹനെ മറന്നുപോകുന്ന എത്രയോ ആളുകളുണ്ട്. പലവിധത്തിലുള്ള ആഘോഷങ്ങൾ ഇന്ന് നമ്മുടെ നാടുകളിൽ നടന്നു വരുന്നുണ്ട്. പലവിധ ആഘോഷങ്ങൾ, പലതരത്തിലുള്ള ആഘോഷങ്ങൾ. എല്ലാവർക്കും ആഘോഷിക്കാനാണ് ആഗ്രഹം. അങ്ങനെ അല്ലേ, എന്താ പറയുക, ആഘോഷിക്കണം, അടിച്ചു പൊളിക്കണം, എൻജോയ് ചെയ്യണം. അദ്ദുന്യാ സിജ്നുൽ മുഅ്മിൻ. മുത്തനബി തങ്ങൾ പറഞ്ഞൊരു ഹദീസുണ്ട്, ദുനിയാവ് മുഅ്മിനിന്റെ ജയിലറയാണ്. എന്താണ് ജയിലിന്റെ പ്രത്യേകത? എന്താണ് ജയിലിന്റെ പ്രത്യേകത? എങ്ങോട്ടും പോകാനാവില്ല അല്ലേ? ഭക്ഷണം നല്ല ഭക്ഷണമുണ്ട് ഇപ്പോൾ, പണ്ടത്തെ പോലെ ഗോതമ്പുണ്ടെന്നല്ല ഇപ്പോൾ. അത് എനിക്ക് പോയി പരിചയമൊന്നുമില്ല കേട്ടാ, പക്ഷെ പരിചയമുള്ള ആൾക്കാർ പറയുന്നത് കേട്ടിട്ടുണ്ട് അല്ലേ. നല്ല ഭക്ഷണമൊക്കെ കിട്ടും ഇപ്പോൾ. എത്രത്തോളം എന്ന് വെച്ചാൽ ഇപ്പം ജയിലിൽ നല്ല ഭക്ഷണം കിട്ടുന്നതുകൊണ്ട് കുറേ ആൾക്കാർ ഇപ്പോൾ ഇവിടെ നിന്നെങ്കിലും പണിയെടുക്കണ്ടേ, കഷ്ടപ്പെട്ട് പണിയെടുക്കണ്ടേ, പണിയെടുത്താലല്ലേ പൈസ കിട്ടൂ, ഭക്ഷണം ഉണ്ടാവുള്ളൂ. ഇത് സുഖമായിട്ട് അതിൻ്റെ ഉള്ളിൽ പോയാൽ ഭക്ഷണം കിട്ടൂലേ സുഖമായിട്ട്. അതുകൊണ്ട് കുറേ ആൾക്കാർ മനഃപൂർവ്വം കുറ്റകൃത്യം ചെയ്തിട്ട് ജയിലിൽ പോകുന്നുണ്ട് എന്നാണ് പറയുന്നത് കേട്ടത്. ജയിലിലൊക്കെ നല്ല സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട് എല്ലാ ഗവൺമെൻറ്റുകളും. നമ്മളെ കർണാടക ഗവൺമെൻറ് എങ്ങനെ എനിക്കറിയില്ല, നല്ല സൗകര്യം ഉണ്ടോ? പോയ ആൾക്കാരും ഇല്ലല്ലേ. ഏതായാലും അദ്ദുന്യാ സിജ്നുൽ മുഅ്മിൻ അല്ലേ, ദുനിയാവ് എന്ന് പറയുന്നത് മുഅ്മിനിന്റെ ജയിലറയാണ്. മുഅ്മിനിന് അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങാൻ പറ്റില്ല. മുഅ്മിനിന് എല്ലാത്തിനൊരു പരിധിയുണ്ട്. ഇസ്ലാമിന് എല്ലാത്തിനൊരു പരിധിയുണ്ട്. അപ്പോൾ കുറേ ആളുകൾക്ക് തോന്നി, എന്താണ് ഇസ്ലാം ഇങ്ങനെ ഒന്നും അനുവദിക്കുന്നില്ല? അങ്ങനെയല്ല, അനുവദിച്ചിട്ടുണ്ടെല്ലാം, പക്ഷെ ഒരു പരിധിയുണ്ട്. എല്ലാത്തിനും ഒരു ലിമിറ്റുണ്ട് ഇസ്ലാമിൽ. ആ ലിമിറ്റ് ഉൾക്കൊള്ളാൻ കഴിയുന്നവന്റെ പേരാണ് മുസ്ലിം. അത് ഉൾക്കൊള്ളാൻ കഴിയാത്ത ആളുകൾക്ക് പോവാം. ആരും ഇവിടെ പിടിച്ചു വെക്കുന്നില്ല. ഇസ്ലാമിലുണ്ടോ? ഉണ്ടോ? ലാ ഇക്റാഹ ഫിദ്ദീൻ, കൃത്യമാണ് ഖുർആൻ. ലാ ഇക്റാഹ ഫിദ്ദീൻ, ദീനിൽ ഒരു നിർബന്ധവുമില്ല. നിർബന്ധമായ മതപരിവർത്തനം ഇസ്ലാമിൽ ഇല്ലേ ഇല്ല. ആളുകൾക്ക് പറഞ്ഞു കൊടുക്കും, ഇതാണ് ദീൻ. ഈ ദീനിൽ അടിയുറച്ചു നിൽക്കാൻ പറ്റുന്ന ആളുകൾക്കൊക്കെ നിൽക്കാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ബഹുമാന്യരായ മുഅ്മിനീങ്ങളെ, ദുനിയാവ് മുഅ്മിനിന്റെ ജയിലറയാണ്. ഇവിടെ നമുക്ക് തോന്നിയതുപോലെ ജീവിക്കാൻ പറ്റില്ല. ഇസ്ലാമിൽ അത് പറ്റില്ല. എല്ലാത്തിനും ഒരു പരിധിയുണ്ട്. അദ്ദുനിയാ സിജ്നുൽ മുഅ്മിനി വജന്നത്തുൽ കാഫിർ. അവിശ്വാസിയുടെ സ്വർഗമാണ് ദുനിയാവ് അല്ലേ. അവിശ്വാസിയുടെ സ്വർഗമാണ്. അവൻ എന്തും പറ്റും, അവൻ എന്തും ചെയ്യാം. അവന് ചോദിക്കാനും പറയാനൊന്നും ആരുമില്ല, ഒരു കുഴപ്പമില്ല, തോന്നിയതുപോലെയൊക്കെ ചെയ്യാം. എന്നാൽ മുഅ്മിനിനത് പറ്റില്ല. മുഅ്മിനിനത് പറ്റില്ല. അങ്ങോട്ടും തിരിഞ്ഞൂടാ, എങ്ങോട്ടും തിരിഞ്ഞൂടാ അല്ലേ. അങ്ങോട്ടും തിരിഞ്ഞൂടാ, ഇങ്ങോട്ടും തിരിഞ്ഞൂടാ, എങ്ങോട്ടും തിരിഞ്ഞൂടാ ദുനിയാവിൽ എന്നൊരു പാട്ട് പാടിയിട്ടുണ്ട്. അങ്ങനെ ഒരു പാട്ടുണ്ട്, എങ്ങോട്ടും തിരിഞ്ഞൂടാ ദുനിയാവിൽ. ദുനിയാവ് മുഅ്മിനിന്റെ ജയിലറയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ആയുസ്സിനെ കുറിച്ച് ചോദിക്കും, എങ്ങനെയാണ് ചെലവഴിച്ചത്? ഞാൻ പറഞ്ഞു വന്നത് അതാണ്. പലവിധ ആഘോഷങ്ങൾ, എല്ലാവർക്കും അതിലാണ് താല്പര്യം. ബർത്ത്ഡേ പാർട്ടികൾ നമ്മുടെ വീടുകളിലൊക്കെ നടക്കാറുണ്ട് ഇല്ലേ? എവിടെ ഉണ്ടോ? അതുമില്ലേ? അന്ന് ഞാനിപ്പോൾ നിർത്തുന്നു പോയത്, 11:30 വരെ പോലും പറയുന്നില്ല ഇല്ലേ? ബർത്ത്ഡേ പാർട്ടി ഇല്ലേ? അതൊക്കെ ഇപ്പം മെല്ലെ മെല്ലെ ഇങ്ങനെ വരുന്നുണ്ട്. നല്ല നല്ല നാടുകളിൽ പോലും, ഇതുവരെ ഇല്ലാത്തടത്ത് പോലും അതൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ, ബർത്ത്ഡേ പാർട്ടി. അതേപോലെ തന്നെ പൊതുവേ നമ്മളെ ഈ ഭാഗം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ എന്താ പറയുക, പലവിധത്തിലുള്ള മാമൂലുകളുടെ നാടാണ്. മാമൂല് എന്ന് പറഞ്ഞാൽ മനസ്സിലാവുമോ? പലവിധത്തിലുള്ള ആചാരങ്ങൾ അല്ലേ. കുട്ടീനെ പ്രസവിച്ചത് മുതൽ തുടങ്ങും. പ്രസവിച്ചത് മുതൽ, അതിന് മുമ്പേ തുടങ്ങുന്നുണ്ട് അല്ലേ. ഒരു സഹോദരി ഗർഭിണിയായാൽ തന്നെ ഉണ്ട് എന്ത് മൗലിദ്, എന്ത് മംഗലം, ചീരണി മംഗലം, അപ്പത്തിൻ്റെ മംഗലം എന്ന് പറയും അല്ലേ. ചീരണി മൗലിദ് എന്ന് പറയും. ആടെ തന്നെ തുടങ്ങി. അത് പല നാട്ടിൽ പല പേരാണ്. വീടുണ്ടല്ലേ, അത് സജീവമായിട്ടുണ്ടല്ലേ. അതിലിങ്ങനെ കുറേ കെട്ടുകൊണ്ടുവരും. എന്നിട്ട് അതിനെ നേരെ പകുതിയാക്കിയിട്ട് അതിൽ അങ്ങോട്ടേക്ക് തന്നെ കൊണ്ടുപോകും. അങ്ങനെയല്ലോ ഇല്ലേ. 5 കിലോ ചായപ്പൊടി കൊടുന്നെങ്കിൽ 2 കിലോ ചായപ്പൊടി ഇവിടെ വെച്ചിട്ട് ബാക്കി 2 കിലോ അങ്ങോട്ട് കൊണ്ടുപോകും. പഞ്ചാര 10 കിലോ കൊടുന്നെങ്കിൽ 5 കിലോ ഇവിടെ വെച്ചിട്ട് 5 കിലോ കൊണ്ടുപോകും. ഇങ്ങനെ എന്തൊക്കെയോ വട്ട് കേസ് എന്ന് തോന്നിപ്പോകും കാണുമ്പോൾ. ആ ജാതി കുറേ പരിപാടികളുണ്ട്. എന്തോ ആട്ടെ. അപ്പം അങ്ങനെ കുറേ പരിപാടികൾ. അതേപോലെ തന്നെ ബർത്ത്ഡേ പാർട്ടി ഇപ്പം അങ്ങനെയാണ് അല്ലേ. കുട്ടികളൊക്കെ ബർത്ത്ഡേ ആഘോഷിക്കുകയാണ്. ഏത് ആഘോഷങ്ങളാണെങ്കിലും ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട് എന്താണെന്നറിയോ? മഹ്മാ കാന ഹലാലൻ ഫഹുവ ഹലാൽ.
ഏത് ആഘോഷങ്ങളിലും നടക്കുന്നത് ഹലാലാണോ ആ ആഘോഷം ഹലാലാണ്. മഹ്മാക്കാന ഹറാമൻ, ഏത് ആഘോഷങ്ങളിലും നടക്കുന്നത് ഹറാമാണെങ്കിൽ ആ ആഘോഷങ്ങൾ ഹറാമാണ്. ആഘോഷങ്ങൾ ഹറാമാണ്. തോന്നിവാസമാണ് നടക്കുന്നതെങ്കിൽ അത് ഇസ്ലാമിൽ പാടില്ലാത്തതാണ്. ഇപ്പോൾ ഒരാള് മകൻ 2 വയസ്സായി, അല്ലെങ്കിൽ മകനൊരു 5 വയസ്സായി, ഒരു സന്തോഷമാണ്. ആ ഒരു സന്തോഷ ദിവസം അതിൻ്റെ പേരിൽ ആ മകൻ്റെ 5ാമത്തെ ജന്മദിനത്തിൽ ഒരു വാപ്പ ഒരു ഉമ്മ അവർ തീരുമാനിച്ചു നമുക്ക് നല്ലൊരു ഭക്ഷണം ഉണ്ടാക്കി ഒന്ന് അയൽവാസികൾക്കൊക്കെ കൊടുക്കാം, അല്ലെങ്കിൽ അവർക്കൊന്ന് ഇങ്ങോട്ട് വിളിച്ചിട്ട് അവർക്ക് ഭക്ഷണം കൊടുക്കാം. ഒരു സന്തോഷമാണ്, അതിൽ വല്ല തെറ്റുണ്ടോ? ആ രീതിയിലൊക്കെ ബർത്ത്ഡേ ആഘോഷിച്ച ഒരു കുഴപ്പമില്ല, അതിനൊന്നും ഒരു പ്രശ്നവുമില്ല, അതൊക്കെ നല്ല കാര്യമാണ്. വേണമെങ്കിൽ ഒരു മൗലിദൊക്കെ ഓതി, മാഷാ അല്ലാ, അള്ളാഹു എൻ്റെ മോൻ 5 വയസ്സ് വരെ ആയുസ് തന്നില്ലേ, അൽഹംദുലില്ലാ, ഒരു മൗലിദൊക്കെ ഓതി ഭക്ഷണം കൊടുക്കുക, എന്തൊരു നല്ല കാര്യമാണ്. ഹാപ്പി ബർത്ത്ഡേ ടു യു എന്ന് പറഞ്ഞ് കേക്ക് മുറിക്കണ്ട, അത് ഒഴിവാക്കിയാൽ മതി. മുറിക്കില്ലണ്ടാ? അതക്കടെ ഉണ്ടാ? ആ ജാതി പരിപാടികളൊക്കെ ഒഴിവാക്കിയാൽ മതി. അതൊക്കെ ഏതൊക്കെയോ സംസ്കാരങ്ങളിൽ നിന്ന് കടന്നു വന്നതാണ്. മുസ്ലിമിനൊരു സംസ്കാരമുണ്ട്, അത് പരിശുദ്ധ ദീനിന്റെ സംസ്കാരമാണ്. അത് ഹബീബായ മുത്തനബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു തന്ന മനോഹരമായ ഒരു സംസ്കാരമാണത്. അവിടെയാണ് മുഅ്മിനീങ്ങളായ നമ്മൾ നിൽക്കേണ്ടത് എന്ന് സാന്ദർഭികമായി ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ. അല്ല, ഇപ്പം അടുത്തൊരു ആഘോഷം കഴിഞ്ഞല്ലോ. എന്താണ് ആഘോഷം? അതെ അതെ, ഇല്ല, ഒരാരും ആഘോഷിച്ചില്ല എന്നൊന്നും, അവർക്ക് അറിയില്ല എന്നൊന്നും. അങ്ങനത്തെ ഒരു ആഘോഷം അറിയോ? ഒരാൾക്ക് ചൂടിയിരുന്ന് തോന്നി, ഇയാളെന്താ അങ്ങനെ പറയുന്നതെന്ന്. ഞാൻ അങ്ങനെ പറഞ്ഞല്ല, നിങ്ങൾക്ക് അറിയില്ല എന്ന് പറഞ്ഞല്ല, നിങ്ങളൊക്കെ നല്ല അറിവുള്ള ആൾക്കാർ തന്നെയാണ്. പക്ഷേ ഇപ്പം അടുത്തൊരു ആഘോഷം കഴിഞ്ഞിട്ടുണ്ടല്ലോ, എന്താ എൻ്റെ പേരെന്നറിയോ? ന്യൂ ഇയർ ആഘോഷം. നിങ്ങൾ ആഘോഷിച്ചിട്ടുണ്ടോ? ഇവിടെ ആരെങ്കിലും ആഘോഷിച്ചിട്ടുണ്ടോ? ന്യൂ ഇയർ ആഘോഷിക്കുന്നവനേക്കാൾ പമ്പരവിഡ് ലോകത്ത് മറ്റാരെങ്കിലും ഉണ്ടോ? എന്താണ് കാരണം? അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മനുഷ്യന് നൽകിയ ഏറ്റവും വലിയ നിഅമത്താണ് ആയുസ് എന്ന് പറയുന്നത്. സമ്പത്താണെങ്കിലും ആരോഗ്യമാണെങ്കിലും സന്താനങ്ങളാണെങ്കിലും ഒക്കെ നഷ്ടപ്പെട്ടാൽ നമുക്ക് വീണ്ടെടുക്കാവുന്നതാണ്, അല്ലേ? സമ്പത്ത്, നമ്മളൊരു കച്ചവടം നടത്തി 5 ലക്ഷം രൂപ പൊട്ടിപ്പോയി, നമുക്ക് പിന്നെയും കഷ്ടപ്പെട്ട് അധ്വാനിച്ചാൽ 5 ലക്ഷം രൂപ ഉണ്ടാക്കാം, വീണ്ടെടുക്കാൻ പറ്റുന്ന അനുഗ്രഹമാണ്. അതേപോലെ മകനുണ്ടായി, മകൻ മരണപ്പെട്ടുപോയി, നമുക്ക് ഇൻഷാ അല്ലാ പിന്നെയും മക്കൾ ഉണ്ടാവാം, വീണ്ടെടുക്കാൻ പറ്റുന്ന അനുഗ്രഹമാണ്. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ നിന്ന് കൊഴിഞ്ഞുപോയ ഒരു സെക്കൻഡ് അത് തിരിച്ചു കൊണ്ടുവരാൻ നമ്മളെ കൊണ്ട് ആർക്കെങ്കിലും പറ്റുമോ? എന്താണ് നിങ്ങൾക്ക് പറ്റും തോന്നുന്നുണ്ടല്ലോ പഠിച്ച നിങ്ങളെ കാണുമ്പോൾ? പറ്റുമോ? നഷ്ടപ്പെട്ടു പോയ ഒരു മിനിറ്റ്, ഒരു സെക്കൻഡ്, ഒരു ദിവസം നമുക്കൊരിക്കലും തിരിച്ചു കൊണ്ടുവരാനാവില്ല. പ്രിയപ്പെട്ടവരെ, നമ്മൾ മരണത്തിലേക്ക് അടുക്കുകയാണ് ചെയ്യുന്നത്. ഓരോ വർഷം കഴിയുമ്പോഴും നമ്മൾ മരണത്തിലേക്ക് ഒരു വർഷം അടുക്കുകയാണ്. നമുക്ക് അല്ലാഹു നൽകിയ ആയുസ്സിൽ നിന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗം കൊഴിഞ്ഞു പോവുകയാണ്. ആ സമയത്ത് എങ്ങനെയാണ് നമുക്ക് സന്തോഷിക്കാൻ കഴിയുക? നമുക്കെങ്ങനെയാണ് ആഹ്ലാദിക്കാൻ സാധ്യമാവുക? അതുകൊണ്ട് ന്യൂ ഇയർ ആഘോഷിക്കുന്നവനേക്കാൾ പമ്പരവിഡ്ഢി മറ്റൊരാളുമില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഏതാണെങ്കിലും ഞാൻ പറഞ്ഞു വരുന്നത്, പ്രിയപ്പെട്ടവരെ, ആഘോഷങ്ങളുടെ പെരുമഴക്കാലമാണിന്ന്. പല വിധത്തിലുള്ള ആഘോഷങ്ങളാണ്. ഞാൻ പറയട്ടെ, ഏത് ഘട്ടത്തിലും ഖാലിക്കായ റബ്ബിനെ മറക്കാതെ ജീവിക്കാൻ കഴിയണം. അവനാണ് യഥാർത്ഥ വിശ്വാസി. യുത്താ ബിൽ അബ്ദി യൗമൽ ഖിയാമ, അന്ത്യനാളിൽ ഓരോ അടിമകളെയും റബ്ബിന്റെ മുന്നിൽ ഹാജരാക്കപ്പെടുമെന്നാണ് ഹബീബായ നബി തങ്ങൾ പറയാണിത്. ഓരോ അടിമകളെയും ഹാജരാക്കപ്പെടും. അന്ന് അല്ല ചോദിക്കും, അലം അജ്അൽ ലക മാലൻ വവലദാ, മോനെ നിനക്ക് നാം ഇഷ്ടം പോലെ സമ്പത്ത് തന്നില്ലേ, സന്താനങ്ങളെ തന്നില്ലേ? അലം അജ്അൽ ലക സമഅൻ വബസറാ, കേൾവി ശക്തിയും കാഴ്ച ശക്തിയും തന്നില്ലേ? എല്ലാ അനുഗ്രഹങ്ങളും നിനക്ക് നാം ചൊരിഞ്ഞു തന്നില്ലേ? ഈ അനുഗ്രഹങ്ങളെല്ലാം നീ ആസ്വദിച്ചപ്പോ, ഈ അനുഗ്രഹങ്ങളിൽ നീ അഭിരമിച്ചപ്പോ നീ ആലോചിച്ചിട്ടുണ്ടോ? അന്നക മുലാഖിയ യൗമക ഹാദാ, ഇങ്ങനെയൊരു വിചാരണ ദിവസം വരാനുണ്ട് എന്ന്, എല്ലാം ചോദിക്കപ്പെടുന്ന ഈ ഒരു ദിവസം വരാനുണ്ട് എന്ന് നീ ദുനിയാവിൽ നിന്ന് ആലോചിച്ചിരുന്നോ എന്ന് അല്ലാഹു നാളെ മഹ്ശറയിൽ വെച്ച് ചോദിക്കുമ്പോ, ദുനിയാവിൽ അല്ലാഹനെ മറന്ന മനുഷ്യൻ, തോന്നിയതുപോലെ ജീവിച്ച ചെറുപ്പക്കാരൻ,
എല്ലാ തോന്നിവാസങ്ങൾക്കും അടിമകളായി, കള്ളിന്റെ കഞ്ചാവിന്റെ ലഹരിയുടെ മറ്റു പലതിൻ്റെയും അടിമകളായി അല്ലാഹനെ മറന്ന മനുഷ്യൻ റബ്ബിനോട് പറയുമത്രേ, ലാ യാ റബ്ബ്, പടച്ചവനെ അല്ലാഹുവേ ഞാൻ ഓർത്തിട്ടില്ല അല്ലാ. എല്ലാം ചോദ്യം ചെയ്യപ്പെടുന്ന ഇങ്ങനെ ഒരു വിചാരണ ദിവസം വരാനുണ്ട് എന്ന് ഞാൻ ആലോചിച്ചിട്ടില്ല അല്ലാ, ഞാനതങ്ങ് മറന്നുപോയി അല്ലാ. അല്ലാഹു സുബ്ഹാനഹു വ തആല മഹ്ശറ വൻസബയിൽ അവനോട് പറയുമത്രേ, അൽയൗമ അൻസാക് കമാ നസീതനീ, ദുനിയാവിൽ നീ എന്നെ മറന്നതുപോലെ ഇന്ന് നിന്നെ ഞാനും മറക്കുകയാണെടാ എന്ന് പറഞ്ഞ അല്ലാഹു അവനെ നരകാഗ്നിയിലേക്ക് വലിച്ചെറിയുമെന്ന് കളവ് പറയാത്ത നാവിന്റെ ഉടമ മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. മുഅ്മിനീങ്ങളെ, പ്രത്യേകിച്ച് എൻ്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, അല്ലാഹനെ മറക്കല്ലേ, അല്ലാഹനെ മറക്കല്ലേ. എത്ര വലിയ സുഖ സൗകര്യങ്ങൾ ഉണ്ടായാലും, എത്ര വലിയ സമ്പത്തിൻ്റെ ഉടമകളായാലും അതെല്ലാം തന്നവൻ അല്ലാഹു ആണ് എന്ന് ഒരിക്കൽ പോലും നമ്മൾ മറന്നുപോവല്ലേ. അല്ലാഹനെ മറക്കല്ലേ, അല്ലാഹനെ മറക്കല്ലേ എന്ന് പറയുന്ന എന്നോട് ആദ്യമായും കേൾക്കുന്ന ബഹുമാന്യ സദസ്സിനോട് രണ്ടാമതായും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്, ആയുസ്സിനെ കുറിച്ച് അല്ലാഹു ചോദിക്കും, എങ്ങനെയാണ് നീ നിന്റെ ആയുസ്സിനെ ചെലവഴിച്ചത്? നീണ്ടകാലം ജീവിച്ചവൻ അല്ലെ, റസൂലുള്ളാഹി തങ്ങളോട് ചോദിച്ചു, സ്വഹാബ, ആരാണ് ജനങ്ങളിൽ ഏറ്റവും നല്ലയാൾ? മുത്തനബി തങ്ങൾ പറഞ്ഞു, മൻ ത്വാല ഉമറു, നീണ്ടകാലം ജീവിച്ചവൻ, വഹസുന അമലു, നീണ്ടകാലം ജീവിക്കുകയും ആ ജീവിച്ച കാലം അത്രയും നന്മകൾ ചെയ്തു, ആളുകൾക്ക് ഉപകാരം ചെയ്തു, ആളുകളുടെ കൂടെ ചേർന്ന് നിന്നു, അവർക്ക് വേണ്ടത് ചെയ്തു കൊടുത്തു, അവനാണ് ജനങ്ങളിൽ ഏറ്റവും നല്ലവനെന്ന് മുഹമ്മദ് മുസ്തഫ. ആരാണ് ഏറ്റവും നല്ല ആളെന്ന് ചോദിച്ചപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞ മറുപടിയാണിത്, മൻ ത്വാല ഉമറു, നീണ്ടകാലം ജീവിച്ചു, ആ ജീവിച്ച കാലം അത്രയും വഹസുന അമലു, നല്ലത് മാത്രമാണ് ചെയ്തത്, എല്ലാവർക്കും ഉപകാരം ചെയ്തു, ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തു അല്ലേ. ഇവിടെ എന്താണ് അമാൻ, എന്ത് അമാന, അൽ അമാൻ അല്ലെ, അൽ അമാൻ എന്ന് പറയുന്ന ഒരു യൂത്ത് വിങ് അല്ലെ, യുവാക്കളുടെ കൂട്ടായ്മയുണ്ട്. മാഷാ അല്ലാഹ്, മാഷാ അല്ലാഹ്. ഞാൻ ആ കൂട്ടായ്മയിലുള്ള മുഴുവൻ ചെറുപ്പക്കാരെയും ഞാൻ അഭിനന്ദിക്കുകയാണ്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി അള്ളാഹുവിനോട് ദുആ ചെയ്യുകയാണ്. ആ കൂട്ടായ്മ നിലനിർത്തണേ അല്ലാഹ്, അത് നിലനിൽക്കണം. യുവാക്കളുടെ കൂട്ടായ്മകൾ നിലനിൽക്കണം. നന്മയ്ക്ക് വേണ്ടി യുവാക്കൾ സംഗമിക്കണം, ഒരുമിച്ച് കൂടണം, നന്മയ്ക്ക് വേണ്ടിയാവണം, ആളുകൾക്ക് ഉപകാരം ചെയ്യാൻ വേണ്ടിയാവണം. നിങ്ങൾ എന്തൊക്കെ നന്മ നിറഞ്ഞ പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുണ്ട് എന്ന് എന്നോട് പലരും പറഞ്ഞു. എന്തൊക്കെയാണത് എന്ന് കൃത്യമായി മനസ്സിലാക്കാൻ എനിക്ക് സമയം ലഭിച്ചിട്ടില്ല. എന്തായാലും എന്തൊക്കെയോ നന്മകൾ, സമൂഹത്തിന് ഉപകാരപ്രദമായ പല കാര്യങ്ങളും നിങ്ങൾ ചെയ്തിട്ടുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. അതെല്ലാം അല്ലാഹു കബൂൽ ചെയ്യട്ടെ. പ്രിയപ്പെട്ടവരെ, വലിയ നന്മയാണത്, വലിയ നന്മയാണത്. ആളുകൾക്ക് ഉപകാരം ചെയ്യണം. പഞ്ചായത്ത് ഓഫീസിൽ ഒരിക്കൽ പോലും പോകാൻ കഴിയാത്ത ഹതഭാഗ്യരായ ദുർബലരായ ആളുകൾ ഉണ്ടാവാം. എങ്ങനെയാണ് ഒരു പഞ്ചായത്ത് പ്രസിഡന്റിന്റെ മുന്നിൽ ചെല്ലുക? എങ്ങനെ ഒരു പഞ്ചായത്ത് സെക്രട്ടറിയുടെ മുന്നിൽ പോകും? എങ്ങനെയാണ് കടലാസ് ശരിയാക്കുക? ഒന്നും അറിയാത്തവർ അത്തരം ആളുകളെ കൊണ്ടുപോയി അവർക്കൊരു പേപ്പർ ശരിയാക്കി കൊടുത്താൽ, സഹോദരാ, അത് ശരിയാക്കാൻ അറിയുന്ന നിനക്ക് ഒരു അരമണിക്കൂറേ വേണ്ടൂ. അവരെ ഒന്ന് കൊണ്ടുപോയി അതൊന്ന് ശരിയാക്കി കൊടുത്താൽ അത് വലിയ പുണ്യകർമ്മമാണ്, അത് വലിയ പുണ്യകർമ്മമാണ്, അത് പരോപകാരമാണ്, അത് ആളുകൾക്ക് ചെയ്യുന്ന നന്മയാണ്. മുത്തുനബി തങ്ങൾ അതുമായി ബന്ധപ്പെട്ട് പറഞ്ഞതെന്തെന്നറിയോ? ഞാൻ ഒരാളുടെ കൂടെ പോയി അയാൾക്ക് വേണ്ടത് ചെയ്തു കൊടുക്കുന്നതാണ് എനിക്കിഷ്ടം. എന്തിനേക്കാളെന്നറിയോ? ഒരു മാസക്കാലം ഈ പരിശുദ്ധമായ ഈ മക്കത്തെ പള്ളിയിൽ, ഈ മസ്ജിദുൽ ഹറാമിൽ, ഒരു മാസക്കാലം ഈ മസ്ജിദുൽ ഹറാമിൽ ഇഅ്തികാഫിരിക്കുന്നതിനേക്കാൾ എനിക്കിഷ്ടം ഒരാളുടെ കൂടെ ഒരു കാര്യം ശരിയാക്കാൻ വേണ്ടി അവൻ്റെ കൂടെ പോകലാണ് എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. പൊതുപ്രവർത്തകരുണ്ടാവും നമ്മുടെ കൂട്ടത്തിൽ. ഇവിടെ ഉണ്ടോയെന്ന് എനിക്കറിയില്ല. പൊതുപ്രവർത്തകർ അല്ലെ, രാഷ്ട്രീയക്കാർ. രാഷ്ട്രീയം എന്ന് പറയുന്നത് ഒരു മോശമായ ഏർപ്പാടൊന്നുമല്ല അല്ലെ. പൊളിറ്റിക്കൽ രാഷ്ട്രീയം എന്ന് പറയുന്നത് ഒരു മോശമായ ഒരു പരിപാടിയൊന്നുമല്ല.
അത് നന്മയുള്ളതാക്കി നമുക്ക് മാറ്റാം. ലോകത്തെ ഏറ്റവും വലിയ രാഷ്ട്രീയക്കാരൻ്റെ പേരാണ് മുഹമ്മദ് മുസ്തഫ, അല്ലേ? റസൂലുള്ളയോളം വലിയൊരു രാഷ്ട്രീയക്കാരൻ ലോകത്തുണ്ടോ? റസൂലുള്ള രാഷ്ട്രീയ നേതാവാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രിയപ്പെട്ടവരെ എങ്ങനെയാണ് ആളുകൾക്ക് ഉപകാരം ചെയ്യേണ്ടത് എന്ന് നമ്മളെ പഠിപ്പിച്ച നേതാവാണ്. ഒരു വഴിയിലൂടെ ഇങ്ങനെ പോകുമ്പോഴാണ് ഒരു വന്യ വയോധികയായ ഒരു വൃദ്ധ മാതാവിനെ കണ്ടത്, അല്ലേ? പ്രായമുള്ളൊരു ഉമ്മാനെ കണ്ടു. ആ ഉമ്മ വിറകിൻ്റെ ഭാണ്ഡവുമായി പോവാണ്. അത് ചുമന്നുകൊണ്ട് പോകാൻ കഴിയാതെ വഴിയോരത്തെ തളർന്നിരിക്കുമ്പോൾ മുത്തുനബി തങ്ങൾ അതുവഴി കടന്നുപോയി. എന്താ ഉമ്മ വേണ്ടത്? ഞാൻ ചുമന്നുകൊണ്ട് വീട്ടിലെത്തിച്ചു തരണോ? ആ വിറകിന്റെ ഭാണ്ഡം തന്റെ ചുമരിൽ വെച്ചുകൊണ്ട് മുത്തുനബി തങ്ങൾ ആ ഉമ്മയുടെ പിന്നാലെ പോയി ആ ഉമ്മയുടെ വീട്ടിൽ എത്തിച്ചു കൊടുത്തപ്പോ ചരിത്രം അറിയാലോ. ആ ഉമ്മ പറഞ്ഞു ഹബീബിനോട്, മോനെ, നിനക്ക് തരാൻ എൻ്റെ കയ്യിൽ കാശൊന്നുമില്ല, എൻ്റെ കയ്യിലൊന്നുമില്ല, നിനക്ക് തരാൻ ആകെയുള്ളതൊരു ഉപദേശമാണ്, അല്ലേ? ഈ മക്കയിൽ ഒരു പുതിയ മതവുമായി ഒരാൾ വന്നിട്ടുണ്ട്. ആ മുഹമ്മദ് എന്ന് പറയുന്നൊരു ചെറുപ്പക്കാരൻ, അവൻ്റെ കെണിയിൽ മോൻ പെട്ടുപോകരുതേ. ഇത് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. ഇത് പറയുമ്പോൾ ആ മുഹമ്മദ് എന്ന് പറയുന്ന മനുഷ്യൻ, ആ നേതാവ് ആ ഉമ്മയോട് പറഞ്ഞു, ഉമ്മ, നിങ്ങൾ ഈ പറഞ്ഞ മുഹമ്മദ് ഞാനാണുമ്മ. നിങ്ങൾ ഈ പറഞ്ഞ മുഹമ്മദ്, പുതിയ മതവുമായി വന്ന മുഹമ്മദ്, അത് ഞാനാണുമ്മ. മോനെ, അത് നീയാണോ? എങ്കിലത് സത്യമതമാണ്, ആ മതത്തിൽ ഞാനും വിശ്വസിക്കുന്നുവെന്ന് പറഞ്ഞ ഉമ്മയുടെ കഥ ചരിത്ര ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാം. പരോപകാരം, ആളുകൾക്ക് ചെയ്യുന്ന ഉപകാരം, അത് വളരെ പ്രധാനമാണ്. മൻ ത്വാല ഉമറു വഹസുന അമലു, നീണ്ടകാലം ജീവിക്കുകയും ആ ജീവിച്ച കാലം അത്രയും ആളുകൾക്ക് ഗുണം ചെയ്യുകയും ചെയ്തവർ, അവരാണ് ഏറ്റവും നല്ലവനെന്ന് നബിയുനാ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നാൽ ഏറ്റവും മോശപ്പെട്ടവൻ ആരാണ് എന്ന ചോദ്യത്തിന് മുത്തുനബി തങ്ങൾ പറഞ്ഞ ഉത്തരം, മൻ ത്വാല ഉമറു, ആയുസ് നീണ്ടുപോയവനാണ്, വസാഅ അമലു, ആ നീണ്ട കാലം അത്രയും മോശപ്പെട്ട പ്രവൃത്തി ചെയ്തവനാണ്. ജീവിച്ചു കുറേ കാലം, 70, 80, 90 കൊല്ലം, ആ ജീവിച്ച കാലം അത്രയും ആളുകളെ ദ്രോഹിച്ചു, ഒരുപാട് ആളുകളെ പ്രയാസപ്പെടുത്തി, ഒരുപാട് ചെറുപ്പക്കാരെ എന്താ പറയുക, കല്യാണം മുടക്കി. കല്യാണം മുടക്കുന്ന ആൾക്കാരില്ലേ? അതും ഈ നാട്ടിലില്ല, അൽഹംദുലില്ലാഹ്. മഴ നിർത്താനായി 11:25. കല്യാണം മുടക്കുന്ന ആൾക്കാരുണ്ട് അല്ലേ? ഞാനൊരു സ്ഥലത്ത് പോയപ്പോൾ എന്നോട് പറഞ്ഞു, ഉസ്താദെ, ഇന്നത്തെ വയലിൻ്റെ വിഷയം കല്യാണം മുടക്കൽ തന്നെ, വേറൊന്നും വേണ്ട. ശല്യം കൊണ്ട് സഹിക്കാൻ വയ്യാന്ന്, കുറേ ചെറുപ്പക്കാർക്ക് പെണ്ണ് കിട്ടുന്നില്ല. ഇവിടെ പെണ്ണ് കിട്ടാത്ത പ്രശ്നമുണ്ടോ? ഇല്ലല്ലോ. ചെറുപ്പക്കാരിങ്ങനെ നോക്കുന്നുണ്ട്. പെണ്ണ് കിട്ടാത്ത പ്രശ്നമുണ്ടോ? അള്ളാഹു എല്ലാവർക്കും സാലിഹാത്തുകളായ ഭാര്യമാരെ നൽകട്ടെ. ഉറക്കെ പറഞ്ഞോ. അതെങ്ങാനും സാലിഹത്തായില്ലെങ്കിലില്ലേ, എല്ലാം പോയി, 75% പോയി. അള്ളാഹു സാലിഹാത്തുകളിൽ ഉൾപ്പെടുത്തട്ടെ. കുറേ പ്രായമുള്ള ആൾക്കാർ ആമീനാക്കുന്നില്ല, ഇത് കിട്ടിയിട്ടെല്ലാം ഇല്ലേ, ഇനിയിപ്പോൾ എന്താക്കാൻ. അള്ളാഹു കിട്ടിയവർക്കൊക്കെ ആ ഭാര്യമാരെ സ്വാലിഹത്താക്കി തരട്ടെ. ഇനി കെട്ടാൻ പോകുന്നവർക്കൊക്കെ അള്ളാഹു സ്വാലിഹാത്തുകളായ ഭാര്യമാരെ തരട്ടെ. ആമീൻ. ആ പിള്ളേരെ നല്ല പാങ്ങലാമീനാക്കുന്നുണ്ട് കേട്ടല്ലേ. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. മാഷാ അല്ലാ, അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. സന്തോഷം തന്നെയാണ്. നിർത്താനായി മാഷാ അല്ലാ. ഓക്കെ. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, പിന്നെ കല്യാണം മുടക്കുന്ന ആളുകൾ ഇഷ്ടംപോലെ ഉണ്ട് നമ്മുടെ നാടുകളിലൊക്കെ. കുറേ ആൾക്കാർക്ക് അതന്നെ പണി. ഇങ്ങനെ വെറുതെ ആരെങ്കിലും നിങ്ങൾക്ക് ചോദിച്ചു വന്നാൽ ഒന്നും അറിയില്ല, എന്നാലും പറയാം, നിങ്ങൾ മുണ്ടിട്ടായെങ്കിൽ പിന്നെ ഞാൻ ഒന്നും പറയുന്നില്ല. അപ്പം തന്നെ ആ ചോദിച്ചവനക്കാകെ, അല്ലേ, മനസ്സിൻ്റെ ഉള്ളിൽ ഇടങ്ങാറായി. വെറുതെ ഇടങ്ങാറാക്കുന്നത്. നിങ്ങൾ മുണ്ടിയിട്ടില്ലെങ്കിൽ എനിക്ക് ഞാൻ പറഞ്ഞുതരാം വേണമെങ്കിൽ. കയറിനെ കുറ്റി കൊടുക്കണം ഇങ്ങനത്തെ ആൾക്കാരല്ലോ, പാടില്ല. വെറുതെ ചെറുപ്പക്കാരിങ്ങനെ തെറ്റ് ചെയ്യാത്ത മനുഷ്യന്മാരുണ്ടാവുമോ? അല്ലേ? ഈ പറയുന്നവന് ചെറുപ്പകാലത്ത് എന്തെല്ലാം കളിച്ചിട്ടുണ്ട് ചെറുപ്പകാലത്ത്. അപ്പോൾ ചില ആളുകൾ എങ്ങനെയാണ്. ഏതായാലും മൻ ത്വാല ഉംറുഹു വസാഅ അമലു, ജീവിച്ച കാലം അത്രയും ഒരുപാട് ആളുകളെ ദ്രോഹിച്ചു. അങ്ങനെ ദ്രോഹിച്ച ആളുകൾ ശ്രദ്ധിക്കണം. സമൂഹത്തിൽ ഫിത്ന ഉണ്ടാക്കുന്ന ആളുകൾ, കുഴപ്പമുണ്ടാക്കുന്ന ആളുകളൊക്കെ ശ്രദ്ധിക്കണം. നമ്മുടെ മരിച്ചു പോകുമ്പോൾ ആളുകൾ പറയും, മാഷാ അല്ലാഹ് ഒന്ന് രക്ഷപ്പെട്ടു എന്ന് പറയും.
നമ്മൾ മരിച്ചു പോകുമ്പോൾ അൽഹംദുലില്ലാ രക്ഷപ്പെട്ട് എന്ന് പറയും. ഇന്നാലില്ലാ വൈനരാജൻ പുറത്ത് പറഞ്ഞെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ എന്ത് പറയും? അൽഹംദുലില്ലാ രക്ഷപ്പെട്ട് എന്ന് പറയും. അങ്ങനെ ഒരു ഗതികേട് നമുക്ക് വരാൻ പാടില്ല. അതുകൊണ്ട് ജീവിക്കുന്ന കാലം അത്രയും ഇനി ഒരാൾക്ക് ഉപകാരം ചെയ്യാൻ സാധിച്ചിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, ഒരാളെയും എന്ത് ചെയ്യാൻ പോരുത്. മനുഷ്യന്മാരെ നിങ്ങൾ എന്താണിത്? ഒരാളെയും കുരുത്തക്കെടാക്കരുത്. അള്ളാഹു നമുക്ക് നല്ല ബോധം നൽകട്ടെ. അള്ളാഹു നല്ല ബോധം നൽകട്ടെ. അപ്പൊ ആയുസ്സിനെ കുറിച്ച് അള്ളാഹു ചോദിക്കും, കൃത്യമായി മറുപടി കൊടുക്കാൻ കഴിയണം. ആയുസ്സിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘട്ടമാണ് യൗവനം എന്ന് പറയുന്നത്. നല്ലോണം ചെറുപ്പക്കാരിവിടെയുണ്ട്. അൽ അമാൻ അല്ലേ, അൽ അമാൻ അല്ലേ, അൽ അമാൻ എന്ന സംഘടനയുടെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, സന്തോഷത്തോടെ ആത്മാർത്ഥമായി നിങ്ങൾ ഈ സംഘടനയ്ക്ക് വേണ്ടി പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ, പടച്ച റബ്ബിന്റെ പൊരുത്തം ആഗ്രഹിച്ചുകൊണ്ട് നിങ്ങൾ പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ, അഭിമാനത്തോടെ റബ്ബിന്റെ കോടതിയിൽ നിങ്ങൾക്ക് പറയാം, അല്ലാഹുവേ നീ തന്ന ആയുസ്സിന്റെ വളരെ പ്രധാനപ്പെട്ട ഭാഗം യൗവനം ഞാൻ ചെലവഴിച്ചത് ആളുകൾക്ക് നന്മ ചെയ്യാനാണ്. ഞങ്ങളുടെ നാട്ടിലൊരു കൂട്ടായ്മ ഉണ്ടായിരുന്ന ഒരു സംഘടന, അതിനുവേണ്ടി ഞാൻ ഒരുപാട് പ്രവർത്തിച്ചിട്ടുണ്ട്. അഭിമാനത്തോടെ റബ്ബിനോട് പറയാം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അൻ ഇൽമിഹി ഫീമ ഫഅല ഫീ. രണ്ടാമത് അല്ലാഹു ചോദിക്കുന്നത് നമുക്ക് നൽകിയ അറിവിനെ കുറിച്ചാണ്. നിന്റെ അറിവ് കൊണ്ട് നീ എന്ത് ചെയ്തു? അറിവനുസരിച്ച് അമൽ ചെയ്തിട്ടുണ്ടോ? ആ അറിവിനെ ആളുകൾക്ക് എത്തിച്ചു കൊടുത്തിട്ടുണ്ടോ? കൃത്യമായി മറുപടി കൊടുക്കാൻ കഴിയണം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് നാഫിയായ ഇൽമു വർദ്ധിപ്പിച്ചു തരട്ടെ. സമയക്കുറവുള്ളത് കൊണ്ട് ഞാൻ ഓടിച്ചു പോവാൻ, ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. വഅൻ മാലി മിൻ ഐന ഇക്തസബാ. മൂന്നാമതായി അല്ലാഹു സമ്പത്തിനെ കുറിച്ച് ചോദിക്കും നാളെ മഹ്ശറയിൽ. സമ്പത്തിനെ കുറിച്ച് മിന്നൈനക്തസബാ, എവിടെ നിന്നാണത് സമ്പാദിച്ചത്? വഫീമ അൻഫഖാ, ഏത് വഴിയിലാണത് ചെലവഴിച്ചത്? കൃത്യമായ മറുപടി വേണം, കൃത്യമായ ഓഡിറ്റിംഗ് വേണം. ദുനിയാവിൽ ഓഡിറ്റ് ഉണ്ടായാലും ഇല്ലെങ്കിലും നാളെ റബ്ബിന്റെ മുന്നിൽ ഓഡിറ്റിങ്ങിന് വിധേയനാവണം. എവിടെ നിന്നാണ് സമ്പാദിച്ചത്? ഏതു വഴിയിലാണ് ചെലവഴിച്ചത്? മറുപടി കൊടുക്കാൻ കഴിയണം. സമ്പത്ത് നൽകണം. സമ്പത്ത് എന്ന് പറയുന്നത് നിഅമത്തും മിൻ നിഅമില്ലാ, അല്ലാഹുവിൻ്റെ അനുഗ്രഹങ്ങളിൽ ഒരു അനുഗ്രഹമാണ്. എപ്പോഴാണെന്നറിയോ അനുഗ്രഹമായി മാറുന്നത്? ആ അല്ലാഹ് തന്ന സമ്പത്തിനെ നല്ല വഴിയിൽ ചെലവഴിക്കാനുള്ളൊരു മനസ്സുകൂടി ഉണ്ടാകുമ്പോഴാണ് ആ സമ്പത്ത് അനുഗ്രഹമായി മാറുന്നത്. അത് ചെലവഴിക്കാനുള്ളൊരു മനസ്സില്ലാതെ പോയാൽ ആ സമ്പത്ത് അനുഗ്രഹമല്ല, അത് നിഗ്രഹമാണ്, അത് ശിക്ഷയാണ്, അത് പരീക്ഷണമാണ്. സമ്പത്ത് ഉണ്ടായാൽ മാത്രം പോലെ അത് കൊടുക്കാനുള്ള ഒരു മനസ്സുണ്ടാകുമ്പോഴാണ് ആ സമ്പത്ത് അനുഗ്രഹമായി മാറുന്നത്. അത് നന്മയുടെ വഴിയിൽ ചെലവഴിക്കാനുള്ള മനസ്സ് വേണം. ഉസ്മാൻ ബിൻ അഫ്ഫാൻ തങ്ങളെപ്പോലെ, അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹുവിനെ പോലെ. ഇപ്പം അടുത്ത കാലത്ത് നമുക്കിടയിൽ ജീവിക്കുന്ന കുറേ നല്ല മനുഷ്യന്മാരുണ്ട്, നല്ല ബിസിനസ്സുകാർ, ദീനു വേണ്ടി പൈസ നല്ലോണം കൊടുക്കുന്ന ആളുകളുണ്ട്. പള്ളിക്ക്, മദ്രസക്ക്, അറബിക് കോളേജിന്. അതുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ പള്ളി, മദ്രസയും അറബിക് കോളേജൊക്കെ ഇഷ്ടം പോലെ അല്ലേ, ഇത്ര സ്ഥാപനങ്ങളുണ്ട് നമ്മുടെ നാടുകളിൽ, ദീനിയായ സംരംഭങ്ങൾ. അതിനെയൊക്കെ ചേർത്ത് പിടിക്കുന്ന നല്ല സമ്പന്നന്മാരുണ്ട്. അവരൊക്കെ നാളെ ജയിക്കും, അവരൊക്കെ നാളെ രക്ഷപ്പെടും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നന്മയുടെ വഴിയിൽ പണം ചെലവഴിച്ച സമ്പന്നന്മാരൊക്കെ രക്ഷപ്പെടും. അല്ലെങ്കിലോ അല്ലാത്തവരൊക്കെ തോറ്റും. പണം കൂടിയാൽ തന്നെ ഹിസാബ് കൂടുന്നാണ്. പൈസ കൂടിയാൽ തന്നെ ഹിസാബ് കൂടും. മുഹമ്മദ് മുസ്തഫ. പൈസ കുറഞ്ഞാൽ ഹിസാബ് കുറയും, വിചാരണ കുറയും. മനസ്സിലായി? നിങ്ങൾ എയർപോർട്ടിൽ കണ്ടിട്ടില്ലേ? ദുബായിൽ നിന്നൊക്കെ വരുമ്പോൾ കുറച്ചേ സാധനം കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ വേഗം നമുക്കല്ലേ ലഗേജിൽ തന്നെ ഇടണമെന്നില്ല. ഹാൻഡ് ബാഗില്ല, അതിൽ തന്നെ മതി. അപ്പോൾ പിന്നെ ലഗേജിൻ്റെ ഇട കുറേ ബട്ടൺ തിരിയാനും കറങ്ങാനൊന്നുമില്ല. വേഗം എടുത്തിട്ട് ഞമ്മ വേഗം പോവാ, അല്ല കഴിഞ്ഞു. അപ്പോൾ ഇത് കുറേ ഉണ്ടെങ്കിലാ, ഇത് ലഗേജെല്ലാം കുറേ ഉണ്ടെങ്കിൽ കുറേ സമയം വേണം. ഇത് വട്ടം തിരിഞ്ഞ് വന്ന് ഇങ്ങനെ കുറേ സമയം അതിനെക്കാത്ത് എല്ലാം വലിയ ബുദ്ധിമുട്ടാണ്. അതേപോലെ തന്നെ പൈസ നല്ലോണം ഉണ്ടെങ്കിൽ ആടെ ഹിസാബ് നല്ലോണം ഉണ്ടാവും. ഇത് കുറയാണെങ്കിൽ, പൈസ കുറഞ്ഞാൽ ഹിസാബും കുറയും. അതുകൊണ്ട് നല്ലോണം കോടികൾ ഉണ്ടാവാൻ വേണ്ടിയും കോടീശ്വരനാവാൻ വേണ്ടിയും ആരും ദ്വാരക്കണ്ട. റസൂലുള്ള ദ്വാരം എന്താണെന്നറിയോ? അല്ലാഹു മഹീനി മിസ്കീന, നീ എന്നെ മിസ്കീനായി ജീവിപ്പിക്കണേ റബ്ബേ. വഅമിത്നി മിസ്കീന, എന്നെ മിസ്കീനായി മരിപ്പിക്കണേ റബ്ബേ. വഹ്ശുർനി ഫീ സുംറത്തിൽ മസാക്കീൻ, നാളെ നീ എന്നെ ഒരുമിച്ച് കൂട്ടേണ്ടതും മിസ്കീന്മാരോടൊപ്പമാണ് എന്നതാണ് മുത്തുനബി തങ്ങളുടെ ദുആ.
ആ ദുആ അങ്ങനെ തന്നെ ആയിരുന്നു റസൂലുള്ളാഹിന്റെ ജീവിതവും. അള്ളാഹു നമുക്ക് നല്ല ബോധം നൽകട്ടെ. അപ്പോൾ അതിൻ്റെ അർത്ഥം തീരെ സമ്പന്നന്മാർ വേണ്ടെന്നൊന്നുമല്ല, പൈസക്കാർ വേണം അല്ലേ? സമൂഹത്തിൽ എല്ലാവരും വേണം, പൈസക്കാരും വേണം, പാവങ്ങളും വേണം, പണ്ഡിതന്മാർ വേണം, അറിവില്ലാത്ത ആളുകൾ വേണം, ഇതെല്ലാം കൂടിയതാണ് സമൂഹം. അപ്പോൾ പൈസക്കാരുണ്ടാവണം. അവരെന്ത് ചെയ്യണം? അവർ കള്ള കൊടുത്ത പൈസ, ക്യാഷ്, അത് നന്മയുടെ വഴിയിൽ ചെലവഴിക്കാനുള്ള ഒരു മനസ്സ് അവർക്ക് ഉണ്ടാവണം. അത് വളരെ പ്രധാനമാണ്. അല്ലെങ്കിൽ കുടുങ്ങും. അങ്ങനെ ഇഷ്ടം പോലെ കൊടുക്കാൻ മനസ്സുള്ള ആൾക്കാരുണ്ട്. ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഒരു സദസ്സിൽ നിന്ന് മുത്തുനബി തങ്ങൾ നമ്മുടെ ദീൻ വലിയ പ്രതിസന്ധിയിലാണ്, ആരാണ് സഹായിക്കാനുള്ളതെന്ന് വെച്ചപ്പോൾ പറഞ്ഞു, അന യാ റസൂലല്ലാഹ്, ഞാൻ സഹായിക്കാം നബിയെ, ഒരു 100 ഒട്ടകം ഞാൻ തരാം. എത്ര? 100 ഒട്ടകം. അതിപ്പോൾ വലിയ സംഗതിയാണ് നിങ്ങൾക്ക് തോന്നും. എന്തുകൊണ്ട്? ഒട്ടകമായതുകൊണ്ട്. പക്ഷെ ഒട്ടകം എന്ന് പറയുന്നത് ആ കാലഘട്ടത്തിൽ ഏറ്റവും വിലപിടിപ്പുള്ള വാഹനമാണ്. അന്നത്തെ ഏറ്റവും വലിയ സംഭവമാണ് ഒട്ടകം. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. 100 ഒട്ടകം ഞാൻ തരാം. മുത്തനബി തങ്ങൾ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങൾക്ക് വേണ്ടി ദുആയിരുന്നു. ഇനിയും വേണം, ആരുണ്ട് തരാൻ? അന യാ റസൂലല്ലാഹ്, ഞാൻ തന്നെ തരാം, ഒരു 100 ഒട്ടകം കൂടെ. അങ്ങനെ രണ്ടാമത് ഉസ്മാൻ എന്നവർ തങ്ങൾ പറഞ്ഞു, 200 ഒട്ടകമായി. ഇനിയും വേണം, ആരുണ്ട് തരാൻ? നബിയെ, പോരെങ്കിൽ ഞാൻ തന്നെ തരാം, ഒരു 100 ഒട്ടകം കൂടെ, 300 ഒട്ടകം. ആലോചിച്ച് നോക്ക്, നമ്മൾ ഇതുപോലെ ഒരു സദസ്സിൽ നിന്ന് 300 ഒട്ടകം അള്ളാഹുവിൻ്റെ ദീനിന് വേണ്ടി കൊടുത്ത മനുഷ്യന്റെ പേരാണ് ജാമിഉൽ ഖുർആനി അൻഫഖ മാലൻ കസ്റൻ കസ്റാ ഉസ്മാനു ദുന്നൂറൈനി അൻഹു റളിയല്ലാഹ്. ഇസ്ലാമിക ഖിലാഫത്തിന്റെ 3ാമത്തെ അധ്യക്ഷൻ ഹബീബായ മുത്തുനബി തങ്ങളുടെ പ്രിയപ്പെട്ട സ്വഹാബി വര്യൻ, ലികുല്ലി നബിയിൻ റഫീഖും ഫിൽ ജന്ന, എല്ലാ നബിമാർക്കും സ്വർഗ്ഗത്തിലൊരു കൂട്ടുകാരനുണ്ട്. വറഫീഖി ഫിൽ ജന്നതി ഉസ്മാൻ, സ്വർഗ്ഗത്തിലെ എൻ്റെ കൂട്ടുകാരൻ എൻ്റെ ഉസ്മാനാണ് എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഉസ്മാനുമാർ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാവണം. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. നമ്മുടെ മദ്രസ നിർമ്മിച്ച വകയിൽ കുറച്ച് കടം വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് അറിയോ? കടം വന്നിട്ടുണ്ടെന്നുള്ള കാര്യം അറിയോ? ഇല്ലേ? കുറച്ച് കടം വന്നിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ആ കടം നമുക്ക് നികത്താൻ പറ്റും. നമ്മളെല്ലാവരും ഒന്ന് വിചാരിച്ചാൽ പറ്റും. പറ്റുന്ന ആളുകൾ പ്രത്യേകിച്ച് ഇൻഷാ അല്ലാഹ് ഒരു നല്ല സംഖ്യ ആദ്യമായിട്ടൊന്ന് ഓഫർ ചെയ്യാൻ പറ്റുന്ന ഒരാൾ സദസ്സിൽ, ഇൻഷാ അല്ലാഹ് സദസ്സിലോ വേദിയിലൊക്കെ ഉള്ള ഒരാളൊന്ന് നല്ലൊരു സംഖ്യ ഒന്ന് പറഞ്ഞാൽ അൽഹംദുലില്ലാ, ബാക്കിയുള്ള ആളുകൾ അവരെ കൊണ്ട് കഴിയുന്നത് എന്തെങ്കിലുമൊക്കെ ഇൻഷാ അല്ലാഹ് എന്താണോ ലഭിക്കുന്നത് അതൊക്കെ വലിയ ഗുണമാണ്. കടം തീർക്കണമല്ലോ. ഒന്നൊരാൾ നല്ലൊരു സംഖ്യ ഒന്ന് തുടക്കം കുറിച്ച് അൽഹംദുലില്ലാ, വളരെ സന്തോഷം. ആരെങ്കിലും അല്ലേ, എന്താണ്, ഒരു നന്മയിൽ ഒരാൾ തുടക്കം കുറിച്ചാൽ അതിനുശേഷം ആരൊക്കെ ആ നന്മയിൽ പങ്കാളികളായോ ഒരുമിച്ച് കൂടിയോ അവരുടെ എല്ലാവരുടെയും പ്രതിഫലത്തിൻ്റെ ഒരംശം ആദ്യം പറഞ്ഞാക്ക് കിട്ടുന്നതാണ്. ഒന്നൊരാൾ തുടങ്ങിക്കൊടുത്താൽ അൽഹംദുലില്ലാ, വേഗം ബിസ്മില്ലാ, അല്ലാഹുവേ, ആരാണോ ഈ നന്മയിൽ ആദ്യമായി സഹകരിക്കാൻ മുന്നോട്ട് വരുന്നത്, നീ അവർക്ക് ഖൈർ ചെയ്യണേ അല്ലാഹ്. അവരുടെ ജോലിയിൽ, ബിസിനസ്സുകളിൽ, സമ്പത്തിൽ ബർക്കത്ത് ചെയ്യണേ അല്ലാഹ്. അല്ലാഹുവേ, അവരുടെ എല്ലാ കാര്യങ്ങളും നിറാഹത്താക്കി കൊടുക്കണേ അല്ലാഹ്. എല്ലാവിധ അപകടങ്ങളിൽ നിന്ന്, ആഫാത്ത് മുസീബാത്തുകളിൽ നിന്ന് നീ അവരെ കാക്കണേ അല്ലാഹ്. ഇൻഷാ അല്ലാഹ് ഒരാൾ ആദ്യമായി മുന്നോട്ട് വരാൻ സന്നദ്ധരായിട്ടുള്ള ഒരാളുണ്ടെങ്കിൽ പെട്ടെന്ന് പറയാം. ഇൻഷാ അല്ലാഹ് നിർബന്ധിതരാരും തരണ്ട കേട്ടോ, ഞാൻ അതുകൂടി പറയാം. ഒരു നിർബന്ധവുമില്ല, നിർബന്ധിതരായി ആരും തരരുത്. ഇതല്ല തന്നിട്ട് നാളെ പൊരുക്ക് വരും, അയാൾ അങ്ങനെയല്ല ചോദിച്ചത് കൊണ്ട് ഞാൻ കൊടുത്തല്ലേ, ഞാൻ കൊടുക്കലാഞ്ഞു ബാവാ എന്ന് പറയാനായി പോരുത്. മാഷാ അല്ലാഹ്, ജമാഅത്തിന്റെ പ്രസിഡന്റ് നമ്മുടെ UH അബൂബക്കർ അല്ലേ, അൽഹംദുലില്ലാ 10,000 രൂപ. ഖൂലൂ തക്ബീർ. മാഷാ അല്ലാഹ്, പ്രസിഡന്റ് ആവാൻ എന്തുകൊണ്ട് യോഗ്യനാണ്. മാഷാ അല്ലാഹ്, അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. അങ്ങനത്തെ ആളിന് അധ്യക്ഷനാവേണ്ടത്. മാഷാ അല്ലാഹ്, അല്ലാഹു അദ്ദേഹത്തിന് ബർക്കത്ത് ചെയ്യട്ടെ. എൻ്റെ പേര് UH അബൂബക്കർ അല്ലേ. അല്ലാഹുവേ, നീ അദ്ദേഹത്തിന് ഖൈർ ചെയ്യണേ അല്ലാഹ്, ബർക്കത്ത് ചെയ്യണേ അല്ലാഹ്. അദ്ദേഹത്തിൻ്റെ സമ്പത്തിൽ ബർക്കത്ത് നൽകണേ അല്ലാഹ്. അദ്ദേഹത്തിൻ്റെ വീട്ടിലും കുടുംബത്തിലും റാഹത്ത് നൽകണേ അല്ലാഹ്. സന്തോഷവും സമാധാനവും നൽകണേ അല്ലാഹ്.
പഠിച്ചവനെ റഹ്മാനായ റബ്ബേ, അദ്ദേഹം എന്തൊക്കെയാണോ ചെയ്യുന്നത് അതിലെല്ലാം നീ ബറക്കത്ത് ചെയ്യണേ അല്ലാ. 5001 രൂപ പൂപ്പി അബൂബക്കർച്ച, അതും മറ്റൊരു അബൂബക്കറാണ്. ഈ അബൂബക്കർമാരെ നല്ല മനുഷ്യന്മാരെന്ന്. അതാരെ ആള്? അബൂബക്കർ മാഷാ അല്ലാ, സുല്യ താലൂക്കിന്റെ SKSF പ്രസിഡന്റ്. മാഷാ അല്ലാ, അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. അള്ളാഹു സുല്യ താലൂക്കിന്റെ മേഖല മാഷാ അല്ലാ, അല്ലാഹു ബാരിക്. അല്ലാഹുവേ ബർക്കത്ത് ചെയ്യണേ അല്ലാ. അബൂബക്കർ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ അദ്ദേഹത്തിന്റെ ജോലിയിൽ, അദ്ദേഹത്തിന്റെ ഏർപ്പാടുകളിൽ, അതുപോലെ സംരംഭങ്ങളിൽ, സമ്പാദ്യങ്ങളിലെല്ലാം നീ ബർക്കത്ത് ചെയ്യണേ അല്ലാ. റാഹത്ത് നൽകണേ അല്ലാ. അദ്ദേഹത്തിനും കുടുംബത്തിനും നീ ആഫിയത്തും ദീർഘായുസ്സും നൽകണേ അല്ലാ. അൽഹംദുലില്ലാ, 5001 രൂപ. ഇനിയും കുറച്ച് ആളുകൾ പെട്ടെന്ന് ബിസ്മില്ല, വേഗം നിങ്ങളെ കൊണ്ട് കഴിയുന്നത് 1000, ഏറ്റവും ചുരുങ്ങിയത് 1000 എങ്കിലും ബിസ്മില്ല ഇപ്പൊ പറഞ്ഞാൽ മതി, സൗകര്യമാകുമ്പോൾ കൊടുക്കാം ഇൻഷാ അല്ലാ. ഇദ്ദീൻ കുഞ്ഞ് പെർലമ്പാടി 5000 അല്ലേ? അൽഹംദുലില്ലാ. ആരാണ്? മാഷാ അല്ലാ, അല്ലാഹുവേ നീ ബർക്കത്ത് ചെയ്യണേ അല്ലാ. ഇദ്ദീൻ കുഞ്ഞ് പെർലമ്പാടി, പഠിച്ചവന് നീ അദ്ദേഹത്തിനും കുടുംബത്തിനും റാഹത്ത് നൽകണേ അല്ലാ. സമ്പത്തിൽ ബർക്കത്ത് ചെയ്യണേ അല്ലാ. അല്ലാഹുവേ എല്ലാവിധ ഖൈറും ഇവർക്കെല്ലാം നീ ചുരിഞ്ഞു കൊടുക്കണേ റഹ്മാനേ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാ. അൽഹംദുലില്ലാ. ഇനി കുറഞ്ഞ ആളുകൾ ആരെങ്കിലും ഉണ്ടോ? ഒരു 3000 രൂപ നൽകാൻ പറ്റിയ ആൾക്കാരുണ്ടെങ്കിൽ പറയാം. ഒരു 3333 രൂപ നൽകാൻ പറ്റുന്ന ആളുകൾ ഈ സദസ്സിലുണ്ടാവും. അള്ളാഹു തന്ന ആളുകൾ. ഉമിമ്മ റസഖനാഹും യുൻഫിഖൂൻ. അള്ളാഹു അടിവരയിട്ട് പറയുന്നുണ്ട്. ആളുകൾ ചെലവ് ചെയ്യുന്നു എന്ന് പറയുന്നിടത്ത് അള്ളാഹു അടിവരയിട്ട് പറയാണ്, നാം നൽകുന്നതിൽ നിന്ന് ചെലവ് ചെയ്യുന്നവരാണവർ. അടിവരയിട്ടല്ല പറയാണ്. എന്താണ് പറഞ്ഞതിൻ്റെ അർത്ഥം? ചെലവ് ചെയ്യുന്നതിൻ്റെ ഓൻ്റെ ഔദാര്യമല്ല, ഓൻ്റെ കീശകളിൽ കൊടുക്കുകയല്ല, നാം നൽകിയതാണ്, പടച്ചോൻ തന്നതാണ്. ഇൻഷാ അല്ലാ. ഉണ്ടോ ആരെങ്കിലും? ഒരു 3333 രൂപ ഈ മദ്രസ നിർമ്മാണത്തിൽ വന്ന കടത്തിന് ഇൻഷാ അല്ലാ ഒരു 3333 രൂപ നൽകാൻ പറ്റിയവർ ഈ സദസ്സിൽ ആരും അനങ്ങുന്നില്ല. പടച്ചോൻ അല്ലേ? 3000 രൂപ ഹമീദ് ഹാജി ഖൂലു തക്ബീർ. എല്ലാ സ്റ്റേജിൽ തന്നെ വന്നതല്ലേ? മാഷാ അല്ലാ, മാഷാ അല്ലാ, അൽഹംദുലില്ലാ. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ, അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ, അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ എല്ലാവർക്കും. അൽഹംദുലില്ലാ. 25000 രൂപ കൊടുത്തൊരു സഹോദരനുണ്ട് നമ്മുടെ സദസ്സിൽ. അള്ളാഹു വേദിയിൽ നീ ബർക്കത്ത് ചെയ്യണേ അല്ലാ. അതുപോലെ 3000 രൂപ ഹമീദ് ഹാജി ബർക്കത്ത് ചെയ്യണേ അല്ലാ. ചൊല്ലു 2 സ്വലാത്ത്. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ്. ഈ സ്വലാത്തിന്റെ ബർക്കത്ത് കൊണ്ട് പടച്ചവനെ ഇവിടെ 5000-ഉം 10000-ഉം 3000-ഉം 25000-ഉം ഒക്കെ നൽകിയവരുണ്ട്. അവരുടെ ഒക്കെ സമ്പത്തിൽ ബർക്കത്ത് ചെയ്യണേ അല്ലാ. അവർക്കെല്ലാം നീ എല്ലാവരും ആമീൻ പറയണേ അല്ലാഹുവേ. അവരുടെ സമ്പത്തിൽ ബർക്കത്ത് ചെയ്യണേ അല്ലാ. അവരുടെ കുടുംബങ്ങളിൽ ബർക്കത്ത് ചെയ്യണേ അല്ലാ. പടച്ചവനെ അവരുടെ എല്ലാ മുറാദുകളും നീ ഹാസുലാക്കി കൊടുക്കണേ അല്ലാ. ഇൻഷാ അല്ലാ. ആരെങ്കിലും ഇനി 3000 പറഞ്ഞു, അത് ഇല്ല, പറ്റുന്ന 2000 അല്ലെങ്കിൽ ഒരു 1000 രൂപ പറ്റുന്ന ആളുകൾ ഈ സദസ്സിലുണ്ടെങ്കിൽ ഒന്ന് പറയാം. കുറഞ്ഞ ആളുകൾ ഇൻഷാ അല്ലാ. സഹോദരിമാരൊക്കെ ഒന്ന് മനസ്സ് വെച്ച് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരു 1000 രൂപ നമ്മുടെ 10,000 രൂപ മൊയ്തീൻ കുഞ്ഞ് എന്താണ് കുക്കുമൂല 10,000 രൂപ മൊയ്തീൻ കുഞ്ഞ് ഗൾഫിൽ നിന്നാണ്. ഖൂലു തക്ബീർ. അല്ലാഹുവേ പ്രവാസിയായ ആ സഹോദരന്റെ സമ്പത്തിൽ ബർക്കത്ത് ചെയ്യണേ അല്ലാ. അദ്ദേഹത്തിന്റെ ജോലിയിൽ ഏർപ്പാടുകളിൽ ബർക്കത്ത് ചെയ്യണേ അല്ലാ. അദ്ദേഹത്തിന്റെ കുടുംബങ്ങളിൽ റാഹത്ത് നൽകണേ അല്ലാ. മാഷാ അല്ലാ, അൽഹംദുലില്ലാ. ഇനി അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് പറയാം, ഞാൻ നിർത്തുകയാണ്, ഞാൻ അവസാനിപ്പിക്കുകയാണ്. വേഗം പറയാം. ആരെങ്കിലും ഉണ്ടോ? ലൈവ് കണ്ടിട്ട് ആരെങ്കിലും പറയുന്നുണ്ടോ നോക്കിയാ? ഇവിടെ ഇരിക്കുന്ന ആൾക്കാർക്കൊന്നുമില്ല പറയാൻ. 1000 രൂപ ഉണ്ട് ആരെങ്കിലും? 1000 രൂപ അള്ളാഹുവിൻ്റെ ദീനിന് വേണ്ടി ഇൻഷാ അല്ലാ. നെട്ടാർ അബ്ദുറഹ്മാൻ കുക്കുമൂല. അൽഹംദുലില്ലാ. 1000 രൂപ അള്ളാഹു കബൂലാക്കട്ടെ, അള്ളാഹു കബൂലാക്കട്ടെ. പടച്ചവനെ സ്വീകരിക്കണേ അല്ലാ. മദ്രസയുടെ സ്ഥലം വാഗ്ദാനം ചെയ്തത് മർഹൂം മുഹമ്മദ് കുഞ്ഞി നെട്ടാർ അല്ലെ? ഈ സ്ഥലം മാഷാ അല്ലാ. അല്ലാഹുവേ അദ്ദേഹത്തിന്റെ ഖബറിടന്ന് വിശാലമാക്കി കൊടുക്കണേ അല്ലാ.
മാഷാ അല്ലാ. അദ്ദേഹത്തിൻ്റെ മകൻ ഹമീദ് നെട്ടാർ ഈ പരിപാടിക്ക് 2000 രൂപ അല്ലേ? അള്ളാഹുവെ നീ ഖബൂൽ ചെയ്യണേ അല്ലാ. മരിച്ചുപോയ ഉപ്പാക്ക് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു അദ്ദേഹത്തിൻ്റെ കബറിടം വിശാലമാക്കി കൊടുക്കട്ടെ. പള്ളിയുടെ സ്ഥലം വാഗ്ദാനം ചെയ്തത് ഹമീദ് നെട്ടാർ. ഈ മകൻ തന്നെ, ഈ മകൻ മദ്രസ മുഹമ്മദ് കുഞ്ഞി നെട്ടാർ. ഇത് മോനാണോ? ഇത് വേറെ ആളാ? അതെ, വേറെ ആള്. ഹമീദ് നെട്ടാർ എന്നിട്ട് വേറെ ആളാ? ഓക്കെ. അപ്പോൾ പള്ളിയുടെ സ്ഥലം വാഗ്ദാനം ചെയ്തു എന്നാൽ സ്ഥലം കിട്ടിയല്ലേ? വാഗ്ദാനം ചെയ്തു പറഞ്ഞാൽ തന്നല്ലേ? പള്ളിയുടെ സ്ഥലം അൽഹംദുലില്ലാ. ഹമീദ് എന്ന് പറയുന്ന മാഷാ അല്ലാ, ഇവർക്കൊക്കെ വലിയ പുണ്യാണ്, വലിയ പുണ്യാണ്. പള്ളിക്കും മദ്രസക്കൊക്കെ സ്ഥലം കൊടുക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആലോചിച്ച് നോക്കണം. അവിടെ ദീന് നിലനിൽക്കുന്നിടത്തോളം കാലം, എത്ര കാലം, അന്ത്യനാൾ വരെ ജാരിയായ സദക്കയാണ്, കൂലി കിട്ടിക്കൊണ്ടേയിരിക്കുകയാണ്. ഭാഗ്യവാന്മാരാണ് ഏതായാലും. അള്ളാഹു ബർക്കത്തെ. സദസ്സിൽ നിന്ന് ഒരാൾ 1000 രൂപ. മാഷാ അല്ലാ. അപ്പോൾ ഇങ്ങനെ പറയാൻ മടിയാഞ്ഞിട്ടാണ്. വാട്സപ്പിൽ അറിയിച്ചാൽ മതി ആരെങ്കിലും ഉണ്ടെങ്കിൽ. ഇൻഷാ അല്ലാ 1000 രൂപ സദസ്സിൽ നിന്നൊരാൾ. ഖുലൂ തക്ബീർ. ഇൻഷാ അല്ലാ അങ്ങനെ ഓരോരുത്തരൊന്ന് മനസ്സ് വെച്ച് വിചാരിച്ചാൽ ഇവിടെ ആർക്കെങ്കിലും മെസ്സേജ് ചെയ്താൽ മതി ഇദ്ദേഹത്തിന്. ബക്കറ്റ് കൊണ്ടുപോകുന്നുണ്ട്, അതും കൂടി ഒന്ന് എല്ലാവരും ശ്രദ്ധിക്കുക. ആരി നിങ്ങളെ ഭാര്യ? മാഷാ അല്ലാ. ഇദ്ദേഹത്തിൻ്റെ ഭാര്യ തന്നെ 1000 രൂപ. മാഷാ അല്ലാ മെസ്സേജ് അയച്ചിട്ടുണ്ട്. 1000 രൂപ മക്കൾക്കൊക്കെ വേണ്ടി ദ്വാരക്കാൻ. അള്ളാഹു അദ്ദേഹത്തിൻ്റെ മക്കളിൽ സന്താനങ്ങളൊക്കെ അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. മാഷാ അല്ലാ. 5000 രൂപ ഫവാസ് അല്ലേ? മാഷാ അല്ലാ. ഖുലൂ തക്ബീർ. ഫവാസ് എന്ന് പറയുന്നൊരു സഹോദരൻ 5000 രൂപ. അൽഹംദുലില്ലാ. അങ്ങനെ എല്ലാവരും കൂടി ചേർത്ത് പിടിച്ചാൽ ഒരുവിധമൊക്കെ കാര്യങ്ങളൊക്കെ റാഹത്താവും. അൽഹംദുലില്ലാ. ഇനി ആരെങ്കിലുമൊക്കെ താല്പര്യപ്പെടുന്നുവെങ്കിൽ ഇപ്പം ചിലപ്പം പറയാൻ ആഗ്രഹമില്ലാത്ത ആളുകളുണ്ടാവും. പിന്നെ അവരുമായിട്ട് ബന്ധപ്പെട്ട് പള്ളിയുടെ കടമാണല്ലോ, അതങ്ങനെ കടമായി കിടക്കാൻ പാടില്ല. അതുകൊണ്ട് ഇൻഷാ അല്ലാ അത് എത്രയും പെട്ടെന്ന് വീട്ടപ്പെടണം. എല്ലാവരും ആ കാര്യത്തിലൊന്ന് സഹകരിക്കണം, അതിനോടൊന്ന് ചേർത്ത് പിടിക്കണം. ഞാൻ നിർത്തുകയാണ്. അപ്പോൾ സമ്പത്തിനെ കുറിച്ച് അള്ളാഹു ചോദിക്കും. എങ്ങനെ അത് സമ്പാദിച്ചു, ഏത് രീതിയിൽ ചെലവഴിച്ചു. അഭിമാനത്തോടെ പറയാം, 10000 രൂപ കൊടുത്തവർ, 25000 രൂപ കൊടുത്തവർ, പള്ളിക്ക് സ്ഥലം കൊടുത്തവർ, മദ്രസക്ക് സ്ഥലം കൊടുത്തവർക്കൊക്കെ റബ്ബിനോട് പറയാം, അള്ളാഹുവേ നിന്റെ ദീനിന് വേണ്ടി ഞാൻ ചെലവഴിച്ചിട്ടുണ്ട് റബ്ബേ. അഭിമാനത്തോടെ പറയാൻ കഴിയും. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഗഫൂർ മുഖപ്പേ 2000 രൂപ. ഖുലൂ തക്ബീർ. ഒരു സ്ത്രീ ദുആ ചെയ്യാൻ 500 രൂപ അല്ലേ? ഹമീദ് ഇതാരാ? ദമാം നേരത്തെ പറഞ്ഞ 2000 രൂപ. അയ്യൂബ് എന്ന് പറയുന്ന ഒരു സഹോദരൻ സദസ്സിൽ നിന്ന് മരണപ്പെട്ട ഉപ്പാക്ക് വേണ്ടി ദുആരക്കാൻ. അല്ലാഹുവേ അദ്ദേഹത്തിൻ്റെ വാപ്പയുടെ ഖബറിടന്ന് വിശാലമാക്കി കൊടുക്കണേ അല്ലാ. ആ സഹോദരനെ നീ ഖൈർ ചെയ്യണേ അല്ലാ. ഉമ്മൻ്റെയാ? ഉമ്മയുടെ പേരിലാണ്. ആട്ടെ, അല്ലാഹു അവരുടെ ഖബറിടം വിശാലമാക്കി കൊടുക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാ നിർത്തല്ലെന്നാൽ ആയിട്ടില്ലേ? പൈസ കിട്ടുന്ന ആയിട്ടില്ലെന്ന് പറയുന്നത്. നേരത്തെ വേഗം പറഞ്ഞോളേ, നിനക്ക് നിർത്താം. ഇൻഷാ അല്ലാ ഞാൻ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ സമ്പത്തിനെ കുറിച്ച് അള്ളാഹു ചോദിക്കും. അവസാനമായി മുത്തനബി തങ്ങൾ പറഞ്ഞു, അൻ ജിസ്മിഹി ഫീമ അബ്ലാ. അള്ളാഹു നൽകിയ ആരോഗ്യത്തെക്കുറിച്ച്, ശരീരത്തെക്കുറിച്ച് ചോദിക്കും. എങ്ങനെയാണ് ആ ആരോഗ്യം ചെലവഴിച്ചത് എന്ന്. യുവാക്കൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണത്. അള്ളാഹു നൽകിയ ആരോഗ്യത്തെക്കുറിച്ച് ചോദിക്കും. ഈ ആരോഗ്യം എങ്ങനെ ചെലവഴിച്ചു? ആരോഗ്യ സമയത്ത് നല്ലോണം ദീനിന് വേണ്ടി പ്രവർത്തിക്കണം. ചെറുപ്പക്കാരെ, ആരോഗ്യ സമയത്ത് നല്ലോണം ദീനിന് വേണ്ടി പ്രവർത്തിക്കണം. പരമാവധി ഇബാദത്ത് ചെയ്യണം. നിസ്കാരമൊക്കെ കൃത്യമായിട്ട് ജമാഅത്തിൽ പങ്കെടുക്കണം. എന്നെന്താണെന്നറിയോ, നമ്മളെ അവസാനം സുഖമില്ലാതെ രോഗശയ്യയിൽ കിടക്കുന്ന സമയത്ത്, അപ്പോൾ ചിലപ്പോൾ നമുക്ക് നിസ്കരിക്കാനൊന്നും കഴിഞ്ഞു കൊള്ളണമെന്നില്ല. ആ സമയത്ത് പോലും അള്ളാഹു നമുക്ക് നല്ല റാഹത്തോടെ നിസ്കരിച്ചതിൻ്റെ കൂലി നമുക്ക് തരുന്നതാണ്. കാരണം എന്താ, കഴിയുന്ന കാലത്ത് നമ്മൾ നല്ല പോലെ ഇബാദത്ത് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ കഴിയാത്ത സമയമാണ്, അതുകൊണ്ടാണ് ഇബാദത്ത് ചെയ്യാൻ കഴിയാത്തത്. അപ്പോൾ അതുകൊണ്ട് അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നല്ല പ്രതിഫലം തരും എന്ന് ഉലമാ നമ്മളെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് ഇൻഷാ അള്ളാഹു ചെയ്തു തന്ന അനുഗ്രഹങ്ങൾ ധാരാളമാണ്. ആ അനുഗ്രഹങ്ങളെല്ലാം അള്ളാഹു പൊരുത്തപ്പെടുന്ന വഴിയിൽ ചെലവഴിക്കാൻ കഴിയുക
കഴിയണം എന്നതാണ് ഇന്നത്തെ എൻ്റെ വഅലിൻ്റെ, എൻ്റെ സംസാരത്തിൻ്റെ, എൻ്റെ പ്രഭാഷണത്തിൻ്റെ മെസ്സേജ്. അതാണ്. ഇൻഷാ അല്ലാഹ് അത് ഉൾക്കൊള്ളാൻ പറഞ്ഞ എനിക്കും കേട്ട നിങ്ങൾക്കും അല്ലാഹു തൗഫീക്ക് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുകയാണ്. ആരെങ്കിലുമൊക്കെ താല്പര്യപ്പെടുന്നുവെങ്കിൽ ഇൻഷാ അല്ലാഹ് പള്ളിയുടെ മദ്രസയുടെ കടവുമായി ബന്ധപ്പെട്ട് ഇൻഷാ അല്ലാഹ് ജാരിയായ സ്വതക്കയാണ്. സൗകര്യപ്പെടുന്ന ആളുകളൊക്കെ പെട്ടെന്ന് പറയാം. മാഷാ അല്ലാഹ് ഒരു സഹോദരി ഒരു കവർ കൊടുത്തയച്ചിട്ടുണ്ട്, കാര്യമായ സംഖ്യന കൊടുത്തയച്ചിട്ടുണ്ട്. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. മാഷാ അല്ലാഹ്. അള്ളാഹുവേ നീ ബർക്കത്ത് ചെയ്യണേ റഹ്മാനെ. ഒന്ന് ആമീനാക്ക് മനുഷ്യന്മാരെ. അള്ളാഹുവേ നീ ബർക്കത്ത് ചെയ്യണേ അല്ലാ. ആ സഹോദരിക്ക് നീ ഖൈർ ചെയ്യണേ അല്ലാ. ഓക്കെ. മറ്റൊരു സ്ത്രീ 500 രൂപ. അങ്ങനെ 500ഉം 1000ഉം ഒക്കെ ആയി ഒരുപാട് ആളുകൾ. കുറച്ച് വെള്ളം നോക്കട്ടെ. മാഷാ അല്ലാഹ് മാഷാ അല്ലാഹ്. അൽഹംദുലില്ലാ. അള്ളാഹു കബൂലാക്കട്ടെ. നമ്മുടെ ജമാഅത്തിൻ്റെ അധ്യക്ഷൻ നല്ലപോലെ ഇതിനു വേണ്ടിയൊക്കെ മുന്നിട്ട് നിന്നിട്ടുണ്ട്. അള്ളാഹു അതൊക്കെ സ്വീകരിക്കട്ടെ. അള്ളാഹു അതൊക്കെ സ്വീകരിക്കട്ടെ. അള്ളാഹു അതൊക്കെ സ്വീകരിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. മുത്താലിങ്ങൾ ആമീൻ പറയുന്ന സദസ്സാണ്. ദുആക്ക് എന്തായാലും ഉത്തരം ഉണ്ടാവും ഇൻഷാ അല്ലാഹ്. അല്ലേ റമീസ്? ഓൺലൈനിലൂടെ ഈ പരിപാടി കണ്ടിട്ട് പറഞ്ഞതാ? പരിചയമില്ലാത്ത ആളാ? ഞാൻ വിചാരിച്ചു എന്തോ കിട്ടിപ്പോയി. അപ്പോൾ എന്ത് പറഞ്ഞത്? മറ്റേ 10,000 രൂപ. മാഷാ അല്ലാഹ്. എവിടെയുള്ള ആളാണ്? മാഷാ അല്ലാഹ്. അൽഹംദുലില്ലാ. നമ്മുടെ ഒരു കമ്മിറ്റിയിൽപ്പെട്ട ഒരാളുടെ സഹോദരനാണ്, മംഗലാപുരത്ത്. എന്താണ് പേര് പറഞ്ഞത്? റമീസ്. അള്ളാഹു അദ്ദേഹത്തിന് ബർക്കത്ത് ചെയ്യട്ടെ. 10,000 രൂപ പടച്ചവനെ. റമീസ് എന്ന് പറയുന്ന സഹോദരൻ അള്ളാഹു ഖൈറും ബർക്കത്തും ചെയ്യട്ടെ, സന്തോഷം റാഹത്തും പ്രദാനം ചെയ്യട്ടെ. അദ്ദേഹത്തിൻ്റെ എല്ലാ കാര്യങ്ങളിലും അല്ലാഹു റാഹത്ത് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നൂറുൽ ഇസ്ലാം മദ്രസ